ഹലോ ഹായ് നമസ്കാരം. ഞങ്ങളൊരു ഷോർട്ട് ഫിലിം കണ്ടു എന്ന് പറയണോ സിനിമ കണ്ടു എന്ന് പറയണോ ഏതാണ്ട് 50 മിനിറ്റിന് മുകളിലുള്ളൊരു വീഡിയോ ആണ്. ഒരുപാട് ആളുകൾ അത് കാണാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് മെസ്സേജുകൾ വരുന്നുണ്ട്. അതിനകത്തുള്ള ചില കാര്യങ്ങൾ ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. പ്രത്യേകിച്ച് സിനിമയുടെ അല്ലെങ്കിൽ ആ ഷോർട്ട് ഫിലിമിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ വല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കുമെന്ന്. അത് സംസാരിക്കണമെങ്കിൽ ഞങ്ങൾ ആദ്യം ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഞങ്ങളുടെ തന്നെ സൈക്കോളജിസ്റ്റുകളോട് സംസാരിച്ചു. അതിനുശേഷമാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ജിസ്മ, വിമൽ അവർ രണ്ടുപേരും സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് പേരുകളാണ്. നമുക്കും വളരെ ഇഷ്ടമുള്ള രണ്ട് ആൾക്കാരാണ്. ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാ പ്രൊജക്റ്റും കാര്യങ്ങളും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു ജേണി, അവരിപ്പോൾ എത്തി നിൽക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് അത് അവരുടെ നമുക്ക് സിമിലർ ഡ്രീംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാമെന്നും അവിടെ നമുക്ക് സക്സസ്ഫുൾ ആവാമെന്നും കാണിച്ചു തന്നിട്ടുള്ള രണ്ടുപേരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്ടം എനിക്ക് അവർ രണ്ടുപേരോടും ഉണ്ട്. അവർ ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് നമുക്ക് അഡ്വർടൈസ്മെൻ്റ് ആണെന്ന് തോന്നാതെ നമ്മളിരുന്ന് കാണില്ലേ, അത്രയും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന രണ്ട് പേരാണ്. പക്ഷേ ഈ മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ, ആ ഒരു കോൺസെപ്റ്റിനെ അവർ പ്രസൻറ്റ് ചെയ്ത രീതിയിൽ നമ്മളെല്ലാവരും പറയുന്നതാണ്. ഇപ്പം മെൻ്റൽ ഹെൽത്ത് അവയർനെസ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് സംസാരിക്കുന്നു. അത് എന്തുമാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് എന്ന് തിരിച്ചറിയുന്നു എന്നൊക്കെ പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അവർ ഈ മൂവി ക്രിയേറ്റ് ചെയ്ത ടൈമിലും സെയിം ഉദ്ദേശം തന്നെ ആയിരുന്നിരിക്കാം. പക്ഷേ അതിൻ്റെ ക്ലൈമാക്സിനോടുള്ള ഒരു വിയോജിപ്പ് രേഖപ്പെടുത്താനും അത് എന്തുകൊണ്ട് ബെറ്റർ ആക്കാമായിരുന്നു, അത് ഓഫ് കോഴ്സ് നമ്മൾ പറയുമ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് കാണും. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് കുറച്ച് ലേറ്റ് ആയത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞു തീർക്കാം. നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ്. ഈവൻ റീൽ ചെയ്യുന്ന സമയത്ത് പോലും അവർ കാണിക്കുന്ന ഒരു പ്രൊഫഷണലിസം ഉണ്ട്. ആൻഡ് മെൻ്റൽ ഹെൽത്ത് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം അവർക്കുണ്ടായല്ലോ. അവരുടെ ക്ലയൻറ്റ് റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ പോലും അങ്ങനെ ഒരു ലക്ഷ്യം അവർ കാണിച്ചു എന്നുള്ളത് ഒന്ന്. മറ്റൊന്ന്, ഇതിൽ വിമൽ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രം എന്ന് പറയുന്നത് അത് വളരെ കറക്റ്റായിരുന്നു. എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ചെറിയൊരു തോന്നൽ, ഇനി എങ്ങാനും എന്ന് പറയുന്ന ആ തോന്നലിൽ നിന്ന് തുടങ്ങി ഇത് ഉറപ്പാണ് അവൾക്കൊരു ജാരനുണ്ട് എന്ന് വിശ്വസിച്ച് അത് ഇമാജിൻ ചെയ്ത് അതിന് തെളിവ് കണ്ടെത്തി ഈവൻ വയലൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിലേക്ക് വരെ മൂവ് ചെയ്യുന്നത് വരെയുള്ള വിമലിൻ്റെ ക്യാരക്ടർ സ്കെയിൽ എന്ന് പറയുന്നത് ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ സൈക്കോളജിസ്റ്റിനോട് സംസാരിച്ചപ്പോൾ അവരുടെ ഭാഷയെ പറയുകയാണെങ്കിൽ ഈ കേസ് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് അത്രയും ഗംഭീരമായിട്ടാണ്. ഇതൊക്കെ പറയുമ്പോഴും ഇവരുടെ പെർഫോമൻസും അതിൻ്റെ ടോട്ടൽ വിഷ്വൽ പരിപാടികളും എല്ലാം നന്നായിരുന്നു എന്ന് പറയുമ്പോഴും അത് ഫെയിൽ ആവാൻ തുടങ്ങുന്ന പോയിന്റ് എന്ന് പറയുന്നത് തെറാപ്പി സെഷൻസ് വരുമ്പോഴാണ്. ഇപ്പം ഞാനാണെങ്കിലും ഉണ്ണിയാണെങ്കിലും തെറാപ്പി റിലേറ്റഡ് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന മെസ്സേജസിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ശ്രുതി കടന്നു പോയ പോലത്തെ അല്ലെങ്കിൽ ഉണ്ണി കടന്നു പോയ പോലത്തെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്നെ നിങ്ങൾക്കൊന്ന് ഹെൽപ്പ് ചെയ്യാമോ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കും. നമ്മൾ അവരോടൊക്കെ കൊടുക്കുന്ന ഒരു റിപ്ലൈ എന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് ട്രെയിൻ ഫോർ ദാറ്റ്. നമുക്കിപ്പോഴില്ലേ ഒരേ ഇഷ്യൂ ആണല്ലോ എന്ന് തോന്നും. ഇപ്പോൾ ഒരു ലവ് ഫെയിലിയർ എടുത്തോ, അതിൽ ബാധിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യന്മാർക്കൊക്കെ തോന്നുക നമ്മൾ നിൽക്കുന്നത് ഒരേ സ്റ്റേറ്റിലാണ് എന്നാണ്. അതിൽ ചില വൃത്തികെട്ടവന്മാരെ മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അതായത് ഒരു ബ്രേക്കപ്പ് ഉണ്ടായവൻ വേറൊരു ബ്രേക്കപ്പിന് കാണുമ്പോൾ എടാ ഞാനും ഇതേ മാനസികാവസ്ഥയിലൂടെയൊക്കെ കുറേ കടന്നു പോയതാണ്, നീ ഇങ്ങനെ ചെയ്താൽ മതി, നീ അങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉടനെ സ്വയം തെറാപ്പിസ്റ്റായിട്ട്, അതായത് ഇവൻ ചിലപ്പോൾ ഇത് മറന്നു പോയതായിരിക്കും, ആക്ച്വലി ഇവന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടാവും, ഇവനറിയില്ല. കുറച്ച് കഴിയുമ്പോൾ അതൊരു വലിയ ഒരു ഹിറ്റ് അവനിലുണ്ടാക്കും. പക്ഷേ ഇവൻ വിചാരിച്ചത് എന്താ, എനിക്കത് കടന്നു പോകാൻ പറ്റി. അപ്പോൾ സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോകുന്ന ഏതൊരാൾക്കും ഞാൻ കടന്നു പോകാൻ എന്താണോ ചെയ്തത് അത് ചെയ്താൽ മതി എന്നൊരു തോന്നലുണ്ടാവും. ആക്ച്വലി ഇത് അങ്ങനെയല്ല വർക്ക് ചെയ്യുക. ഒരു റിലേഷൻഷിപ്പിൽ ഇഷ്യൂ ഉണ്ടാവുക എന്ന് പറയുന്നത് പലതരത്തിലുണ്ടാവാം, പല ആളുകളുടെയും. അതായത് രണ്ട് പേര് തമ്മിലുള്ള ഡൈനാമിക്സ് ഉണ്ട്, പുറത്തുനിന്നുള്ള കാര്യങ്ങളുണ്ടാവും, സാഹചര്യങ്ങളുണ്ടാവും, ചൈൽഡ്ഹുഡ് ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ്. ഒരേ പ്രശ്നമാണെങ്കിലും നമ്മളൊരു 10 പേര് കൂടി നിന്ന് കഴിഞ്ഞാൽ ആ 10 പേരെയും ആ വിഷയം ബാധിക്കുന്നത് വ്യത്യസ്ത തരത്തിലായിരിക്കും. നമ്മളതിനെ ഡീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വ്യത്യസ്തമായ തരത്തിലായിരിക്കും. ഈവൻ നമ്മൾ റിക്കവർ ചെയ്ത് വരുന്ന ടൈം പീരീഡ് ആൻഡ് ആഫ്റ്റർ റിക്കവറി നമ്മളതിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നത്, ഇതൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾക്ക് അങ്ങനെയുള്ള മെസ്സേജ് വരുമ്പോൾ നമ്മൾ പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു തെറാപ്പി സെഷൻ എന്ന് പറയുന്നത് അവർ നമ്മളെ അനലൈസ് ചെയ്ത് നമുക്ക് വേണ്ടി നമ്മളോട് സംസാരിച്ചതാണ്. അത് ഒരിക്കലും എനിക്കോ ഉണ്ണിക്കോ നിങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു വീഡിയോയിലാണെന്നുണ്ടെങ്കിലും
ഈ ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്ന പുള്ളി, അദ്ദേഹം ഒരു തെറാപ്പി അറ്റൻഡ് ചെയ്തു, പുള്ളിക്കത് നന്നായിട്ട് ഫീൽ ചെയ്തു, പുള്ളി അത് വേറൊരാൾക്ക് സജസ്റ്റ് ചെയ്യുന്നു, ആ പാട്ട് വരെ ഓക്കെയാണ്. പക്ഷേ ഇതൊരു കോമഡി രീതിയിലാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. പക്ഷേ അതിലുള്ളൊരു സജഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിലും കാണുന്ന ഒരു കാര്യമാണത്. അതായത് ഒരാളൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തു, സോ ഐ ആം ഏബിൾ ടു ട്രീറ്റ് അനദർ പേഴ്സൺ എന്ന് പറയുന്ന ലെവലിലേക്ക് ആൾക്കാരത് ചിന്തിക്കും. ഏതാണ്ട് അതിനെ ശരിവെക്കുന്ന പോലെയാണ് അവസാനമാകുമ്പോൾ ഇയാൾക്കും തെറാപ്പി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുന്നതിൽ വളരെ കൂടുതൽ സമയവും ബ്രീത്തിങ് ആണ്. തെറാപ്പി ഈസ് നോട്ട് ജസ്റ്റ് ബ്രീത്തിങ്, അത് ഉണ്ട്, മൈൻഡ്ഫുൾനെസ്സും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇറ്റ്സ് നോട്ട് ഓൾ അബൌട്ട് ദാറ്റ്. തമാശയായിട്ട് അവിടെ അത് കാണിക്കുകയും പിന്നീട് അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് അവതരിപ്പിക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളത് കുറേ ആളുകളിൽ തെറ്റിദ്ധാരണ വരുത്താൻ സാധ്യതയുള്ളതാണ്. ഈ തെറാപ്പിയിലൂടെ കടന്നു പോവുക എന്ന് പറയുന്നത്, അത് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും, അതൊരു ഈസി ആയിട്ടുള്ളൊരു ജേണി ഒന്നുമല്ല. നമ്മൾ പലതരത്തിലുള്ള ഇമോഷൻ ബേൺ ഔട്ട്സ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. ഇതെന്താണെന്നറിയോ, നമ്മൾ സിനിമകളിൽ ഒക്കെ ഈ ജേണി എന്ന് പറയുന്നത് നമ്മളെ കാണിക്കുന്നത് ഒരു പാട്ടിലൂടെയാണ്. ഇപ്പോൾ ഒരു ലേഡി പ്രഗ്നൻ്റ് ആയി, ആ 9 മാസം നമ്മളെ കാണിക്കുന്നത് ഒരു പാട്ടിലൂടെയാണ്. അപ്പോൾ അതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സ് ആയതുകൊണ്ടാണ് അവരത് അങ്ങനെ കാണിക്കുന്നത്. പക്ഷേ ഒരു പാട്ട് വരുന്നു, അതിനകത്തൂടെ അവർ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നു, പറ്റിയാൽ ആ കുട്ടി ഒരു സ്കൂൾ കാലഘട്ടം വരെയുള്ള കാര്യം നമ്മളെ ആ പാട്ടിൽ കാണിക്കും. ആ പാട്ട് തീരുമ്പോഴത്തേക്ക് അടുത്ത കഥാസന്ദർഭത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സാണെന്ന് നമുക്ക് തോന്നും. അതേപോലെ തന്നെയാണ് സ്ഥിരമായി മദ്യപിക്കുന്ന ഒരാൾ, സിഗരറ്റ് വലിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാൾ, ഇവരുടെയൊക്കെ ജേണി നമ്മളെ സിനിമയിൽ കാണിക്കുന്ന സമയത്ത് ഒരു പാട്ടിലൂടെ കാണിക്കും. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ സിനിമയുടെ കഥ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൈമിങ്ങിൻ്റെ ഒരു ഇഷ്യൂ അവിടെ വരുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടു കഴിയുമ്പോൾ നമ്മളെന്താ വിചാരിക്കുകയെന്നറിയോ, ഈ ഡി അഡിക്ഷൻ ജേണി എന്നൊക്കെ പറയുന്നത് വളരെ ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നും. ആ സമയത്ത് ഈ ഡി അഡിക്ഷൻ ജേണിയിലൂടെ കടന്നു പോകുന്ന വ്യക്തി അതോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവരോടൊപ്പം സർവൈവ് ചെയ്യുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്. ഈ ജേണി ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അത് നമ്മളെ അതേ രീതിയിൽ കാണിച്ചു തരുന്ന സിനിമകളായിക്കോട്ടെ, ബാക്കി എന്ത് കൈൻഡ് ഓഫ് ആർട്ട് വർക്ക് ആയിക്കോട്ടെ, അത് വളരെ കുറവാണ്. അതൊരു പക്ഷേ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യവും അല്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ ജിസ്മ വിമൽ, ഞാൻ എഗെയിൻ ആ പേരാ പറയുന്നത്. ഇവർ ഈ ടോപ്പിക് പ്രസൻറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ സത്യസന്ധമായും ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തു. ഈ പറയുന്ന ടൈം കാര്യങ്ങളൊക്കെ ഒരു ബാരിയറായിട്ട് നിൽക്കുമ്പോഴും അവരതിനെ പ്രസൻറ്റ് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തുന്ന ക്ലൈമാക്സ് എന്ന് പറയുന്ന പോർഷനിൽ ഞാൻ ഇതിൽ നിന്നും കൂടുതൽ അവരുടെ അടുത്ത് നിന്നും എക്സ്പെക്ട് ചെയ്തു. എഗെയിൻ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു പ്രൊമോഷൻ കൈൻഡ് ഓഫ് ഒരു വീഡിയോ കൂടിയാണ് ഇത്. അപ്പോൾ അവർക്കും അവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിലൂടെ ഒന്ന് കടന്നു പോകണം. എനിക്ക് ആ കമൻറ്റ് സെക്ഷൻ കണ്ടപ്പോഴാണ് ഇത് സീരിയസ് ആയിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് എന്ന് തോന്നിയത്. അതിൽ മേജറായിട്ട് ഞാൻ 2 ടൈപ്പ് ഓഫ് കമൻസ് ആണ് ഇവരുടെ വീഡിയോയുടെ താഴെ പ്ലസ് ഇതിൻ്റെ റീൽസ് കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ താഴെ ഞാൻ കാണുന്നത് 2 കൈൻഡ് ഓഫ് കമൻസ് ആണ്. ഒന്ന്, ഞാൻ ഇങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ എൻ്റെ പാർട്ട്ണർ എന്നെ ഇട്ടിട്ട് പോയി, എൻ്റെ കൂടെ നിന്നില്ല, അവരുടെ ജീവിതവുമായി മുന്നോട്ടേക്ക് പോയി. ഒരു പക്ഷേ എൻ്റെ കൂടെ എൻ്റെ പാർട്ട്ണർ ഇതേപോലെ നിന്നിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഓക്കെ ആയേനെ. ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കമൻറ്റ് എന്ന് പറയുന്നത്, ഞാൻ കുറച്ചും കൂടി അപ്പോൾ ആളോടൊപ്പം നിൽക്കണമായിരുന്നല്ലേ, ഞാൻ കുറച്ചും കൂടി അയാളെ മനസ്സിലാക്കണമായിരുന്നു, ഇതെൻ്റെ ഭാഗത്തെ മിസ്റ്റേക്ക് ആയിരുന്നു, ഞാൻ കാരണം ഒരാളുടെ ജീവിതമാണോ അപ്പോൾ ഇല്ലാതായി പോയത് എന്ന് പറയുന്ന തരത്തിലുള്ള കമൻറ്റ്സ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ് ഗിൽറ്റ് എന്ന് പറയുന്നത്. ഞാനൊരു തെറ്റ് ചെയ്തു പോയോ എന്ന് പറയുന്നൊരു തോന്നൽ ഒരാളുടെ ഉള്ളിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇറ്റ്സ് പെയിൻഫുൾ മാൻ. ഞാൻ ഈ പെയിൻഫുൾ എന്നുള്ള വാക്ക് പറയുമ്പോൾ തൊന്നതിനേക്കാൾ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഗിൽറ്റ് ഉള്ളിലുണ്ടാവുക എന്നുള്ളത്. ഇവിടെ ഗിൽറ്റ് വെച്ച് 2 കൂട്ടർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഒന്ന്, ആദ്യം പറഞ്ഞ കാറ്റഗറി, എനിക്ക് സംശയരോഗമുണ്ട് അല്ലെങ്കിൽ ഞാൻ സംശയത്തിൻ്റെ ഭാഗമായിട്ട് അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നൊരു സമയത്ത് അവരെന്നെ ഇട്ടിട്ട് പോയി, നമുക്കൊരുമിച്ച് ഫേസ് ചെയ്യാടാന്ന് പറഞ്ഞ് ഈ സിനിമയുടെ ക്ലൈമാക്സിലുള്ള പോലെ കെട്ടിപ്പിടിച്ച് എൻ്റെ കൂടെ നിന്ന് എൻ്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലും എൻ്റെ ഇമോഷണൽ കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ ഞാൻ ഓക്കെ ആയേനെ. പക്ഷെ അവരെന്നെ കളഞ്ഞിട്ട് പോയി എന്ന് പറയുന്ന ഒരു ഗിൽറ്റ് അവരിൽ ഉണ്ടാക്കുകയാണ്. ഇറ്റ്സ് ബ്ലെയിമിങ്. ആ ബ്ലെയിം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളത് ഒന്ന്. 2, നേരത്തെ പറഞ്ഞ പോലെ ഞാനൊന്ന് കൂടെ നിന്നിരുന്നെങ്കിൽ ആരാടാ ഈ പറയുന്നത്. നമ്മൾ ഈ ജിസ്മ വിമൽ ഈ ഒരൊറ്റ കേസ് മാത്രം എടുത്ത് ആലോചിച്ച് നോക്കുക. ഈ സിനിമയുടെ ക്ലൈമാക്സ് ആകുമ്പോൾ ഹി വാസ് റെഡി ടു അറ്റാക്ക് ഫിസിക്കലി. അതായത് വലിയൊരു മരക്കമ്പുമായിട്ട് നിൽക്കുകയാണ്.
ആ സമയത്ത് അവിടെ ഒരു പുരുഷനെ കണ്ടിരുന്നെങ്കിൽ അയാൾ അടിക്കുമായിരുന്നു. പുരുഷനെ അടിക്കുമ്പോൾ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഭാര്യയും അടിക്കുമായിരുന്നു. അത്രയും വയലൻ്റ് ആയിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഇതിൽ അഗ്രഷൻ എവിടെയൊക്കെ കിടക്കുന്നുണ്ടെന്നറിയോ? ഈ പറയുന്ന ഫിസിക്കൽ അഗ്രഷൻ മാത്രമല്ല, ആ പെൺകുട്ടിയുടെ സോഷ്യൽ ലൈഫ് ഇല്ലാതാക്കാൻ നോക്കുകയാണ്. അവളുടെ ഫ്രണ്ട്സിനെ വിളിക്കുന്നു, അയൽപ്പക്കത്തുള്ള ആൾക്കാരുമായിട്ട് വെറുപ്പിക്കുന്നു, അങ്ങനെ അവളെ സോഷ്യലി പോസ്റ്റർ അടിച്ചിറക്കുന്നു. ഇതിലൂടെ സംഭവിക്കുന്ന അവളെ ഐസൊലേറ്റ് ചെയ്യാണ്. പുറം ലോകമായിട്ട് ഒരു കണക്ഷനും ഇല്ലാതെ അവൻ്റെ അടുത്ത് അവൻ പൊത്തിപ്പിടിക്കുക. ഇതാണ് ധനുഷ് പണ്ട് ഒരു സിനിമയിൽ ചെയ്തത്. പുറം ലോകത്തു നിന്ന് മാറ്റിയിട്ട് കാട്ടിക്കൊണ്ട് താമസിപ്പിക്കുന്നു എന്ന് പറയുന്ന പോലെ അവളുടെ പേഴ്സണൽ ആൻഡ് സോഷ്യൽ ലൈഫിനെ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് എത്തിക്കുന്ന അത്രയും അഗ്രസീവായിട്ടാണ് ഇയാൾ ബിഹേവ് ചെയ്യുന്നത്. അങ്ങനത്തെ സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളോടൊപ്പം ഞങ്ങൾ രണ്ടുപേരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞതും സൈക്കോളജിസ്റ്റിനെ വിളിച്ച് ചോദിച്ചപ്പോഴും അവരും പറഞ്ഞത് അവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് നിന്ന് ആ പെൺകുട്ടി ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടേ ഇയാൾക്കൊപ്പം. ഇപ്പോൾ ഒപ്പം നിൽക്കുക എന്ന് പറയുന്നത് എപ്പോഴും കെട്ടിപ്പിടിച്ച് കൂടെ ഇരിക്കുക എന്നുള്ളത് മാത്രമല്ല. രണ്ടുപേർക്കും രണ്ട് സ്ഥലത്തിരിക്കാം. അവൻ കാസർഗോഡും ഇവള് തിരുവനന്തപുരത്ത് ഇരുന്നു എന്ന് വെച്ചിട്ട് അവർക്ക് ഒരുമിച്ചല്ലാതെ ആവുന്നില്ല. നിങ്ങൾ മെൻ്റലി ഒരുമിച്ചാവുക. ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ ഒരാൾ പ്രിപ്പയർഡ് ആവണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആ പെൺകുട്ടി കൂടെ നിൽക്കാൻ തീരുമാനിക്കുമ്പോൾ ഉറപ്പായിട്ടും സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് അവരെ കൃത്യമായി ബോധവൽക്കരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. നിങ്ങൾ സെപ്പറേറ്റ് നിൽക്കണം. അയാളിപ്പോൾ അത്ര സേഫ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലല്ല ഉള്ളത്. ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞ അതേ കാര്യമാണ്. അവിടെ ഒരു സൈക്കാട്രിസ്റ്റ് വേണം. അയാൾക്ക് മെഡിക്കേഷൻ തുടങ്ങേണ്ട സമയമായി. ഇത് തന്നെ ഞങ്ങൾ, അതായത് നമ്മൾ സൈക്കോളജി പഠിച്ചിട്ടില്ലേ, പക്ഷേ സൈക്കോളജിസ്റ്റിനടുത്ത് സംസാരിക്കുമ്പോൾ അവർ ആദ്യം പറയുന്നതാണ് ഈ കേസിൽ ആദ്യം ഒരു മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് തെറാപ്പി അതിൻ്റെ കൂടെ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ അത്രയും ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷനിൽ ഒരാൾ നിൽക്കുമ്പോൾ അവിടെ നിന്ന് സ്വന്തം ലൈഫ് സേഫാക്കാൻ ഒരാൾ തീരുമാനിക്കുന്നത് ഒരു തെറ്റല്ല. ഈ സംശയം മാത്രമല്ല, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒഴിവാക്കാൻ പറ്റാത്ത ശീലങ്ങളുണ്ടാവും. മറ്റേ ആളെ ഫിസിക്കലി വെറുതെ ദ്രോഹിച്ച് ആനന്ദം കണ്ടെത്തുന്ന ആളുകളുണ്ടാവും. ഫിസിക്കൽ കോമ്പാറ്റബിലിറ്റിയുടെ ഇഷ്യൂസിൻ്റെ പേരിൽ നമ്മുടെ ഉള്ളു നീറുന്നത് പോലെ നമ്മളെ അപമാനിച്ച് സന്തോഷം കണ്ടെത്തുന്ന ഒരു പാർട്ട്ണർ ഉണ്ടാവും. അതൊരു മാനസികാവസ്ഥയാണ്, മാനസിക രോഗമാണ്. അപ്പോൾ കൂടെ നിന്ന് അത് അനുഭവിക്കുന്നതിനേക്കാൾ എനിക്ക് എൻ്റെ ലൈഫാണ്, എൻ്റെ ആരോഗ്യം, എൻ്റെ മാനസികാരോഗ്യമാണ് പ്രധാനം എന്ന് പറഞ്ഞിട്ട് ഒരാൾ മാറുമ്പോൾ അതിനെ കുറ്റപ്പെടുത്താനുള്ള ബ്ലെയിമിങ് സാധനം ഈ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. 2, അങ്ങനെ രക്ഷപ്പെട്ടു പോയ ഒരാൾ. പിന്നെ ഇങ്ങനത്തെ ഒരു ഇതിൽ വിമൽ പോർട്രേ ചെയ്തിരിക്കുന്ന ക്യാരക്ടറിൻ്റെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് അത്രയും ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണ്. ആ അവസ്ഥ റിയൽ ലൈഫിൽ വന്നിട്ട് എക്സിറ്റ് അടിച്ച് പോയ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ, നമ്മളിവിടെ ജെൻഡർ പറയുന്നില്ല, ആൺകുട്ടിയോ പെൺകുട്ടിയോ എനിക്ക് ഇയാളുടെ കൂടെ പറ്റില്ല എന്ന് വിചാരിച്ച് പോയിട്ട് അപ്പോൾ ഇത് വരുന്നത്. അപ്പോൾ കൂടെ നിന്ന് സഹായിക്കണമായിരുന്നു. ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എക്സിറ്റ് ആവുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. ഭയങ്കര പാടാണ്. നമുക്ക് ഒരുപാട് സംശയം തോന്നും, ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, ഇനി ഇങ്ങനെയാണോ ചെയ്യേണ്ടത് അങ്ങനെയാണോ ചെയ്യേണ്ടത്, അങ്ങനെ 100,000 ഡൗട്ട് കഴിഞ്ഞ് എക്സിറ്റ് അടിച്ചിരിക്കുമ്പോൾ ഞാൻ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ശരിയായി. തെറാപ്പിക്കും പോയി, അവർ ബ്രീത്തിങ് എക്സസൈസ് ചെയ്തു, കെട്ടിപ്പിടിച്ചിരുന്നപ്പോഴേക്കും ഒക്കെ ശരിയായി എന്ന് പറയുന്ന പോലത്തെ ഒരു നരേറ്റീവ് ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ഐഡിയ കൊടുത്തിട്ടില്ല. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അങ്ങനെ വന്നപ്പോൾ ഈ എക്സിറ്റ് അടിച്ച ആൾക്ക് ഡൗട്ട്, ഗിൽറ്റ് വരുവാണ്. പക്ഷേ എത്ര തെറാപ്പി എടുത്തിട്ടായിരിക്കും എന്നറിയോ ഇയാൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് എക്സിറ്റ് ആയത്. എക്സിറ്റ് ആയതിനു ശേഷമുള്ള മെൻ്റൽ ബേർഡനും ട്രോമയും എല്ലാം ഉള്ളിൽ കിടക്കുക. അപ്പോഴാണ് ഇവിടെ വരുന്നത് നിങ്ങൾ ചെയ്തതിൽ ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് പറയുന്ന ഒരു കുറ്റപ്പെടുത്തലിൻ്റെ എലമെൻ്റ് അവിടെ കിടക്കുന്നത്. സോ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഉറപ്പായിട്ടും ഇവരുടെ ഈ സ്ക്രിപ്റ്റിൽ ഇവരുടെ ക്ലൈൻ്റ് ആയിട്ടുള്ള ആൾക്കാർ സൈക്കോളജിസ്റ്റുകളുടെ ഒരു പാനൽ ഉണ്ടാവണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരൊക്കെയും ഇതിൻ്റെ കൂടെ ഇരിക്കേണ്ടതാണ്. അപ്പോൾ ഇത് കാണുന്ന ആളുകളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള നെഗറ്റീവ് ഇമോഷനെ കുറിച്ച് അവരെന്തുകൊണ്ട് ചിന്തിച്ചില്ല എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. പിന്നെ ടോട്ടലി നമ്മൾ ഇതിനകത്ത് ഇവരുടെ ഒരു റിലേഷൻഷിപ്പ് കാണുമ്പോഴേ ഞാനതിനെ ഫുള്ളായിട്ട് ജഡ്ജ് ചെയ്ത് സംസാരിക്കല്ല. ഇതിലൊരു പോർഷനുണ്ട്, വിമലിൻ്റെ ക്യാരക്ടറിന് ജിസ്മയുടെ ക്യാരക്ടറിനോട് സംശയം തോന്നുന്ന സമയത്ത് അത് മനസ്സിലായതിനു ശേഷം ജിസ്മ അതിനെ അഡ്രസ്സ് ചെയ്യുന്നത്, നിനക്ക് എന്തെങ്കിലും കാര്യത്തിൽ പോസിറ്റീവ്നെസ് ഉണ്ടെങ്കിൽ എന്നോട് പറയണം, പിന്നെ ഞാനത് ചെയ്യില്ല എന്നാണ്. അതൊരു സൊല്യൂഷനാണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതൊരു സൊല്യൂഷൻ? നമ്മൾ പണ്ട് കലിപ്പൻ്റെ കാന്താരി എന്നൊക്കെ പറയും, ആ ചേട്ടായിക്ക് ഇത് ഇഷ്ടമല്ല, ആ ചേട്ടായിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇനി അത് ചെയ്യില്ല. എനിക്ക് ആ പോർഷൻ കണ്ടപ്പോൾ കറക്റ്റ് മറ്റേ കലിപ്പൻ്റെ കാന്താരി സീനാണ് ഓർമ്മ വന്നത്. അപ്പോൾ എനിക്കിത് ത്രൂ ഔട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ആക്ച്വലി ജിസ്മയുടെ ക്യാരക്ടറും ഇതിനകത്തൊരു തെറാപ്പിക്ക് പോകുന്നത് വളരെ നന്നായിരിക്കും. കാരണം നമ്മളിങ്ങനെ നമ്മുടെ നീഡ്സ്, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് നമുക്ക് ബോധ്യം ഉണ്ടാവും. പക്ഷേ നമ്മളോടൊപ്പം ജീവിക്കുന്ന ആൾക്ക് അത് ഇഷ്ടമല്ല എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ ഇനി അത് ചെയ്യില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ ലൈഫ് ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ ജീവിക്കുന്നതും അയാൾ ജീവിക്കുന്നതും അയാളുടെ ലൈഫായിരിക്കും. നമുക്ക് നമ്മുടെ ലൈഫ് കൂടി ജീവിക്കണ്ടേ ഇതിനിടയ്ക്ക്? അയാൾ നാളെ തൊട്ട് ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഏട്ടായിക്ക് അത് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇനി ജോലിക്ക് പോകുന്നില്ല, എന്നോടത് പറഞ്ഞാൽ പോരെ, ഞാനത് ചെയ്യില്ല, ഐ ആം റെഡി ടു ഡു എനിത്തിങ്, ഏട്ടായി എൻ്റെ അടുത്തൊന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്ന രീതിയിലാണ്. എനിക്കതൊന്നും തീരെ അങ്ങോട്ട് മനസ്സിലായില്ല എന്നല്ല, എനിക്കത് ഒട്ടും ഡൈജസ്റ്റ് ആയില്ല ആ പാട്ടൊന്നും. രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നു, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടങ്ങൾ കാണും, ഇഷ്ടക്കേടുകൾ കാണും, അത് നമ്മൾ സംസാരിക്കുന്നു. ആൻഡ് ഈ സീനിൽ ഇറ്റ് വാസ് വെരി എവിഡൻറ്റ് വിമലിൻ്റെ ക്യാരക്ടറിൻ്റെ സൈഡിലാണ് അവിടെ മിസ്റ്റേക്ക്
എന്നുള്ളത്. ഒരാളെ അയാൾ അറിയാതെ സ്റ്റോക്ക് ചെയ്യുന്നു, അയാളോട് സംസാരിക്കുന്ന ആളോട് പോയി റേസ് ആവുന്നു, അയാൾ വളരെ കാഷ്വലായി സംസാരിച്ച് അയാളുടെ പാസ്റ്റ് ലൈഫിലെ ഒരു കാര്യം എടുത്തിട്ട് ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ് ചെയ്ത് അയാളെ കോണ്ടാക്ട് ചെയ്ത്, അപ്പോൾ ഈ സമയത്തൊന്നും ഇയാൾ വിചാരിക്കുന്നില്ല ജിസ്മയുടെ ക്യാരക്ടറിന് ഇത് എങ്ങനെ ഫീൽ ചെയ്യുമെന്ന്. ജിസ്മ പോലും വിചാരിക്കുന്നില്ല. അതെ, ഞാനിത് ചെയ്യുന്നത് മിസ്റ്റേക്കാണ്, ഇതൊന്നും റിയലൈസ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, പ്ലീസ് നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്ലീസ് നിങ്ങൾ ഇതിനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യരുത്. എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്ക് പൊസസീവ്നെസ് വരുന്നു, അപ്പം ഞാൻ അയാൾക്ക് പൊസസീവ്നെസ് തോന്നുന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ല. അത് ആ മൊമെൻറ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നും, പക്ഷെ പിന്നീട് അങ്ങോട്ടേക്കുള്ള ലൈഫിൽ അതിന് ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടേക്കാണ് എനിക്കിത് സൈക്കോളജിസ്റ്റുകൾ ഇരുന്നിട്ട് അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റുകൾ, ഈ ഒപ്പത്തിലുള്ള ടീം, എനിക്ക് ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല, നിങ്ങളിത് കണ്ടില്ലേ ഈ ഒരു പ്രൊജക്റ്റ് എന്ന് എനിക്ക് ചോദിക്കാൻ തോന്നിയത്. ഈ ഒരു എൻഡ് പ്രൊഡക്റ്റ് ഇത് വ്യൂവേഴ്സിലേക്ക് എത്തുമ്പോൾ അവരിതിനെ എങ്ങനെയാണ് സ്വീകരിക്കുക, അതിനെ ഒന്നും അതിനകത്ത് തിരുത്തി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതൊരിക്കലും എനിക്കതൊരു തരത്തിലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവരുടെ റിലേഷൻഷിപ്പ് മൊത്തത്തിൽ ഭയങ്കര പ്രശ്നകരമായി അവസാനം വരുമ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് പറയാനുണ്ടാവും. അതായത് ഇവിടെ ഇയാൾക്കൊരു സംശയം തോന്നുന്നു, അല്ലെങ്കിൽ ഇയാൾക്ക് ഈ റിലേഷൻഷിപ്പിൽ കൂടെയുള്ള പാർട്ട്ണറെ കുറിച്ചൊരു ഡൗട്ട് തോന്നുന്നു. അപ്പോൾ ഉടനെ ഇയാളൊരു അഷുറൻസ് കൊടുക്കുകയാണ്, നിനക്കിഷ്ടമല്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല. അങ്ങനെയാണ് അവർ ആ റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. ദാറ്റ്സ് നോട്ട് എ സ്ട്രോങ് ബോണ്ടിങ്. നിങ്ങൾ എത്ര നാൾ അഷുറൻസ് കൊടുക്കും? ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ്സ് നോട്ട് എ പോസിറ്റീവ് അഷുറൻസ്. നിനക്ക് വേണ്ടുന്ന പോലെ ഞാൻ ജീവിച്ചോളാം എന്ന് പറയുന്നത്, ഞാൻ നിൻ്റെ അടിമയാണ് എന്ന് പണ്ട് പറഞ്ഞതിൻ്റെ വേറൊരു വേർഷനാണ്. എടാ, നിനക്ക് അങ്ങനെ പൊസസീവ്നെസ് തോന്നുന്നുണ്ടോ? ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. അതാണ് ബോണ്ടിങ്. ദാറ്റ് ഷുഡ് ബി ദ അഷുറൻസ്. അതായത് എനിക്കൊരു പ്രശ്നമുണ്ട്, ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അവൾ എന്നെ അടുത്ത് വന്നിരുന്ന്, എടാ അത് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ജോലിയുടെ ഭാഗമല്ലേ, പിന്നെ ഇന്നുണ്ടായത് ഇതാടാ, അത് നിനക്ക് മനസ്സിലാക്കിക്കൂടെ, നിനക്ക് എൻ്റെ വിശ്വാസമില്ലേ എന്നൊക്കെയുള്ള ആ ഒരു പ്രോപ്പർ കോൺവെർസേഷൻ ഉണ്ടല്ലോ. എവിടെയാണ് ആ വിശ്വാസത്തിൻ്റെ എലമെൻറ്റ് നഷ്ടപ്പെടുന്നത്? ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് പകരം പൊസസീവ്നെസ് വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് വെച്ചൊരു അഷുറൻസ് കൊടുക്കുന്ന സെയിം പരിപാടിയാണ് ഈ വീഡിയോയിൽ ഉടനീളം നമ്മൾ കാണുന്നത്. കാരണം ഇയാൾക്ക് സംശയം മൂർധന്യാവസ്ഥയിലെത്തി, ഇയാൾ ഓരോ തവണ പ്രശ്നം ഉണ്ടാക്കുമ്പോഴും ഈ പെൺകുട്ടി അഷുറൻസ് കൊടുക്കുകയാണ്, നീ എന്നെ വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ല, ഞാൻ നിൻ്റെ മാത്രമാണ്, നീ എന്നെ വിശ്വസിക്കൂ, ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്ന് പറയുന്ന ഈ അഷുറൻസ് കൊടുക്കുമ്പോൾ ഇയാൾ ശാന്തനാവുന്നുണ്ട്. പക്ഷേ ആ ശാന്തത കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത പോലെയാണ്. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കയ്യിൽ നിന്ന് പോകും. ഈ ഒരു മെസ്സേജ് രാത്രി വരുന്നുണ്ട്, അവിടുത്തെ അസോസിയേഷൻ പ്രസിഡൻറ്റിൻ്റെ മെസ്സേജ് വരുന്നുണ്ട്. ആ മെസ്സേജ് വരുന്നതിന് മുമ്പ് ഈ പെൺകുട്ടി ഓൾറെഡി ഒരു അഷുറൻസ് കൊടുത്തു, നീ എന്നെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട്. അതിൽ സാറ്റിസ്ഫൈഡ് ആയി കെട്ടിപ്പിടിച്ച് അവർ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. പക്ഷേ രാത്രി ആകുമ്പോൾ വീണ്ടും ഈ മെസ്സേജിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഇവൻ ആ മെസ്സേജ് നോക്കിയിരിക്കുകയാണ്. ഇത് ബ്രേക്ക് ചെയ്യണം, ഇവനും ഇവളും തമ്മിൽ ഇനി കോൺടാക്ട് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവരുതെന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവൻ രാവിലെ പോയി പോസ്റ്റ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഈ അഷുറൻസ് കൊടുക്കലല്ല അവിടെ വേണ്ടത്. വളരെ തെറ്റായിട്ടുള്ളൊരു മാതൃകയാണ് ഈ വീഡിയോയിൽ അവർ ഒരു റിലേഷൻഷിപ്പിൽ അഷുറൻസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ബിൽഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇത് പെട്ടെന്ന് കാണുമ്പോൾ എന്താ പറയുക, കലിപ്പന്മാർക്കും എക്സ് കാന്താരിമാർക്കും ഒക്കെ ഇത് ഭയങ്കര അടിപൊളി ഒരു പരിപാടിയായിട്ട് തോന്നും. പക്ഷേ അതിനപ്പുറത്ത് നിന്ന് നമ്മൾ ആലോചിക്കേണ്ടത് ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന് ഇതാണോ വേണ്ടത് എന്നുള്ളതാണ്. ഇങ്ങനെ അഷുറൻസ് കൊടുക്കുന്തോറും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓരോ പ്രാവശ്യം ഇയാൾ ഇൻസെക്യൂർ ആവുമ്പോഴും അഷുറൻസ് സീക്കും. ഇവൾ എത്ര നാൾ അഷുറൻസ് കൊടുക്കും? മരിക്കുന്നവർ അഷുറൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയോ? ഇല്ല. ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ ഈ അഷുറൻസ് കൊടുത്ത് ഈ ഡ്രെയിനായി കഴിയുമ്പോൾ ഒന്നെങ്കിൽ അവൾ പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ എന്നാൽ നീ തോന്നിയ പോലെ വിചാരിച്ചോ എന്ന് വിചാരിക്കും. പറയും. അങ്ങനെ പറഞ്ഞാൽ പിന്നീട് എന്താ സംഭവിക്കുക? ഒന്നെങ്കിൽ അവൻ അവളെ ഹാം ചെയ്യും, അല്ലെങ്കിൽ അവൻ സ്വയം ഹാം ചെയ്യും. ഈ രണ്ട് സിറ്റുവേഷനും പ്രശ്നമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇങ്ങനെ അഷുറൻസ് കൊടുത്തല്ല നിങ്ങൾ ആളെ കൂടെ നിർത്തേണ്ടത്. ആ പ്രശ്നം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് സൊല്യൂഷൻ കണ്ടെത്തണം. മാത്രമല്ല, ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ആരായിരുന്നു വിക്ടിം? ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണും. ഇവിടുത്തെ വിക്ടിം ജിസ്മ അവതരിപ്പിച്ച കഥാപാത്രമാണ്. പക്ഷേ ജിസ്മ, വിമൽ, ആ അവരുടെ ക്യാരക്ടേഴ്സാണ് പറയുന്നത്, ഒരിക്കലും അവരെയല്ല ഉദ്ദേശിക്കുന്നത്. ആ ക്യാരക്ടേഴ്സിൻ്റെ ഉള്ളിൽ ഇവിടെ വിക്ടിം ആവുന്നത് അവനാണ്. ഈ വിക്ടിമിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അവൻ വിക്ടിം കളിക്കുകയാണ്. എടാ ഞാൻ അങ്ങനെ പറ്റിപ്പോയടാ, എനിക്കിങ്ങനെ ആയിപ്പോയടാ, ഇതാണ് ഇവൻ വിക്ടിം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവൾ അറിയുന്നില്ല ഷീ ഈസ് ദ വിക്ടിം ആൻഡ് ഷീ ഈസ് ബീങ് ഡ്രെയിൻഡ്. ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യജീവി എന്ന് പറയുന്നത്, അയാളുടെ മാനസികാരോഗ്യം എന്ന് പറയുന്നത്. ഇത് കോൺസ്റ്റൻ്റായി കണ്ട് പിന്നെ എന്തിനാണ് ഒരാൾക്ക് അഷുറൻസ്? ഇപ്പോൾ അവൾ ആ അസോസിയേഷൻ്റെ സെക്രട്ടറി ആയ സമയത്ത് ഇവൻ ഭയങ്കര ഇൻസെക്യൂർ ആയിട്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവളുടെ അടുത്ത് നിൽക്കുന്ന ഓരോ പുരുഷനെ കാണുമ്പോഴും ഇയാൾ ഇൻസെക്യൂർ ആയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നാണ് ഈ ഇൻസെക്യൂരിറ്റി വരുന്നത്? ഇപ്പോൾ അവൻ സീരിയലിൽ നായകനായിട്ട് അഭിനയിക്കുകയാണ്. സൗന്ദര്യത്തിൻ്റെ പേരിലാണോ?
ഇനി അതല്ല ആരോഗ്യത്തിൻ്റെ പേരിലാണോ, കാരണം അവർ ജിമ്മിൽ പോകുന്നു, എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇനി സൗഹൃദങ്ങളുടെ പേരിലാണോ, അപ്പോൾ അവന് നല്ല സൗഹൃദങ്ങൾ ഇല്ലാത്തതിൻ്റെ ആയിരിക്കുമോ, അതോ ഇനി ചൈൽഡ്ഹുഡ് എന്നുള്ള ഇഷ്യൂ ആണോ? ഈ ഇഷ്യൂ അഡ്രസ്സ് ചെയ്ത് ഇതിന് സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ ഇവൻ്റെ ഇൻസെക്യൂരിറ്റീസ് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇതൊക്കെ തെറാപ്പിയിൽ നടക്കേണ്ടതാണ്. അതിലേക്ക് ലീഡ് ചെയ്യുന്ന ഒന്നും തന്നെ ഒരുതരം കോൺവെർസേഷനും നമ്മൾ തെറാപ്പിയിൽ കാണുന്നില്ല. എന്നാൽ അതേസമയം അഷുറൻസ് കൊടുക്കുമ്പോൾ ഇവൻ ഓക്കെ ആവുന്നത് നമ്മളെ കാണിച്ചിട്ടുമുണ്ട്. ഇത് കാണുന്ന ഏതൊരു പ്രേക്ഷകനും അല്ലെങ്കിൽ പ്രേക്ഷകയും വിചാരിക്കുന്നത് അപ്പം നമ്മൾ കൊടുക്കേണ്ട അഷുറൻസ് ഇതാണ്. ഒരാൾക്ക് സംശയമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്നെ സംശയിക്കില്ലേ, നിനക്ക് സംശയം ഉണ്ടാവുന്ന എല്ലാം ഞാൻ വിട്ടേക്കാം. ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് സൊല്യൂഷൻ. അതുകൊണ്ടാണ് നമ്മളിതിനെ മിസ്ലീഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പം വിമലിൻ്റെ ക്യാരക്ടർ അതിനകത്ത് പറയുന്ന ഒരു ഡയലോഗുണ്ട്, അതായത് ജിസ്മയുടെ ക്യാരക്ടർ എൻ്റെ അടുത്തുള്ളപ്പോൾ എനിക്കൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ അവൾ എൻ്റെ അടുത്ത് നിന്ന് പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇൻസെക്യൂർഡ് ആവുന്നു എന്ന് പറയുന്നത്. ഇത്തരത്തിൽ പറയുന്ന ഒരു പോയിൻറ്റ്സിനെയും അവർ അതിനകത്തേക്ക് അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഞാനിതിപ്പോൾ ഈ സംസാരിക്കുന്ന സമയം കുറേ കമൻറ്റ്സ് കണ്ടു അതിൻ്റെ താഴെ. ഓരോ ആൾക്കാരെയും ടാഗ് ചെയ്തിട്ട് എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ, എൻ്റെ വൈഫ് എൻ്റെ കൂടെ നിൽക്കും, എൻ്റെ വൈഫും ഇതേപോലെയാണ്, എന്നെ ഇട്ടിട്ട് പോകില്ല, അങ്ങനെയാണ്, വി ആർ സോ പ്രൗഡ് എന്ന് പറഞ്ഞിട്ട് അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്. ശരിയാണ്, ഒരു പാർട്ട്ണർ നമ്മുടെ ലൈഫിൽ നമ്മുടെ എല്ലാ അവസ്ഥയിലും നമ്മളോടൊപ്പം ഒരാൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മളൊന്നും എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന മനുഷ്യന്മാരൊന്നുമല്ല. നമുക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, നമുക്കൊക്കെ മോശം അവസ്ഥകളുണ്ടാവും. അപ്പോഴൊക്കെ ഒരാൾ നമ്മളോടൊപ്പം സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ, സമാധാനത്തോടു കൂടി നമ്മളോട് നിൽക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇട്ടിട്ട് പോയ മനുഷ്യന്മാരെ നിങ്ങൾക്ക് എങ്ങനെയാണ് കുറ്റപ്പെടുത്താൻ പറ്റുക? ഇത് ശരിക്കും മനസ്സിലാവണമെങ്കിലുണ്ടല്ലോ നിങ്ങൾ ആ ജേണിയിലൂടെ കടന്നു പോകണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവും. നമ്മൾ പുറത്ത് നിന്ന് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നം വന്നപ്പോൾ അവൾ അവൻ്റെ കൂടെ നിന്നില്ല, അല്ലെങ്കിൽ അവൻ അവളുടെ കൂടെ നിന്നില്ല, അവൻ പോയി, അവൻ വേറൊരു ലൈഫ് തേടിപ്പോയി, ഇതൊക്കെ പറയും. പക്ഷേ നിങ്ങൾ ആ യാത്രയിൽ ഏതെങ്കിലും ഒരു 1 വീക്കെങ്കിലും നിങ്ങൾ നിന്നിട്ടുള്ള ഒരാളാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ 1 വീക്ക് കൊണ്ട് മാറുന്നൊരു പ്രശ്നമല്ല ഇത്. തെറാപ്പി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യവും അതാണ്. ഇറ്റ്സ് ലൈക്ക് എ റീവയറിങ് അല്ലെങ്കിൽ റീ എൻജിനീയറിങ്. നമ്മുടെ തലയ്ക്കകത്ത് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള കുറേ ഓർമ്മകൾ, ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നാൽ ഇങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് നമ്മുടെ ബ്രെയിൻ പഠിച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ, ഒരുപാട് പാറ്റേൺസ്. നിങ്ങൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നത് എന്തുകൊണ്ടാണ്, ഇഷ്ടം തോന്നാത്തത് എന്തുകൊണ്ടാണ്, ദേഷ്യം തോന്നുന്നത് എന്തുകൊണ്ടാണ്, അങ്ങനെ 100,000 കാര്യങ്ങൾ നമ്മുടെ ബ്രെയിൻ വയേർഡാണ്. ആ വയേർഡായി കിടക്കുന്നതിൽ നമ്മുടെ ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ചില കാര്യങ്ങൾ നമ്മൾ റീവയർ ചെയ്യേണ്ടി വരും, റീ എൻജിനീയർ ചെയ്യേണ്ടി വരും. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു തെറാപ്പിസ്റ്റ് ചെയ്യുന്ന പരിപാടി. ആൻഡ് തെറാപ്പി നടക്കുന്ന സമയത്ത് ഇതേപോലൊരു മോശം അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോടൊപ്പം നിന്ന മനുഷ്യന്മാരോട് നിങ്ങൾ സംസാരിക്കണം. ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന മൂവിയിൽ ആനഗസ്റ്റിന്റെ ക്യാരക്ടർ അതിന്റെ ക്ലൈമാക്സിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഉള്ളിൽ മുറിവേറ്റത് എനിക്ക് കൂടിയാണെന്ന് ഓർക്കുക. കാരണം സ്നേഹം മാത്രം പോരാ, നമുക്ക് ജീവിക്കാൻ എപ്പോഴും എത്ര ആത്മാർത്ഥമായി ശ്രമിച്ചാലും ബന്ധങ്ങളിൽ വേദന ഒഴിവാക്കാൻ വയ്യാതെ വരും. ചിലപ്പോഴൊക്കെ സമയമാവുമ്പോൾ മുറിവേൽക്കേണ്ടവർക്ക് വേദനിച്ച് തന്നെ തീരണം. അതാണ് ജീവിതം. നമ്മൾ ഈ സ്നേഹം, പ്രണയം എന്നൊക്കെ പറയുന്നത് ഒരുപാട് മനുഷ്യന്മാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ലൈഫിൽ. അത് എല്ലാ മനുഷ്യർക്കും അതിനകത്ത് സക്സസ്ഫുൾ ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റിൽ ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷെ നമ്മൾ ഈ സ്നേഹത്തിൻ്റെ പുറത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യില്ലേ, നമ്മൾ നമ്മുടെ ലൈഫ് ഇൻവെസ്റ്റ് ചെയ്യും. എപ്പോഴും അതിൻ്റെ റിട്ടേൺസ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലൊന്നും ആയിരിക്കില്ല. സ്നേഹം മാത്രം മതിയോ ജീവിക്കാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹം മാത്രം പോരാ ചില സമയത്ത് ജീവിക്കാൻ. നമ്മൾ സ്നേഹിക്കുമായിരിക്കും. ഞാനിതാ പറഞ്ഞു, ഇത് അനുഭവിക്കുന്ന വ്യക്തികൾക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു റിലേഷൻഷിപ്പിൽ അവരുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വർഷങ്ങളുടെ കണക്കെടുക്കരുത്. അവരുടെ എഫേർട്ട്, അവരുടെ ടൈം, അവരുടെ തന്നെ കരിയറിനെ മാറ്റി വെച്ചിട്ട് ഈ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടി നിന്നിട്ടുള്ള മനുഷ്യന്മാരുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ശ്രമിച്ചുകൂടെ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റാത്ത പോലെ ഒരു റിലേഷൻഷിപ്പിൽ ട്രൈ ചെയ്തിട്ട് ഫെയിലായി പോയിട്ടുള്ള മനുഷ്യന്മാരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് ജീവിതത്തിൽ 5, 6, 7, 8 വർഷം ഇത് നന്നാവും, ഇത് ശരിയാവും. അപ്പോഴൊക്കെ ഈ പറയുന്ന പോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഈ പറയുന്ന സംശയരോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. അവർ തെറാപ്പി എടുക്കുന്നുണ്ടായിരിക്കും. തെറാപ്പി എടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈക്കോളജിസ്റ്റുകൾ നിങ്ങളൊന്ന് മാറിയിരിക്കൂ, ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ബ്രേക്ക് ആവശ്യമാണ്, നിങ്ങൾ 2 പേരുടെയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞാലും അത് ഒരാളുടെ നിർബന്ധത്തിൽ വേണ്ട, പോണ്ട, എൻ്റെ അടുത്ത് നിന്ന് പോണ്ട, എൻ്റെ കൂടെ നിൽക്ക്, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഓക്കെ ആവും, ഞാനത് അറിയാതെ ചെയ്തു പോയതാണ്, ഇനി ഞാനത് ചെയ്യത്തില്ല, നീ എന്നെ ഒന്ന് വിശ്വസിക്ക്, നമുക്ക് നാളെ തൊട്ട് നമ്മുടെ ഒരു പുതിയ ലൈഫാണ് ഉണ്ടാവാൻ പോകുന്നത്, ഞാൻ നന്നായിക്കോളാം, പ്ലീസ് നീ എന്നെ ഇട്ടിട്ട് പോവല്ലേ.
ഈ ഒരൊറ്റ പറച്ചിലിൻ്റെ പേരിൽ എത്ര വർഷങ്ങൾ ഇന്ന് ജീവിതം ശരിയാവും, നാളെ ജീവിതം ശരിയാവും, ഇന്ന് വരെ ഞാൻ അനുഭവിച്ചത് ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കേണ്ടി വരില്ല എന്ന് വിശ്വസിച്ച് ഓരോ ദിവസവും ജീവിച്ചിട്ടുള്ള മനുഷ്യന്മാരുണ്ട്. നിങ്ങൾ അവരോട് ചോദിക്കണം. അവരുടെ ജീവിതം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പറയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കമൻ്റ് ഇടില്ല, എൻ്റെ പാർട്ട്ണർ എന്നെ ഇട്ടിട്ട് പോയി, എന്നെ നോക്കിയില്ല, അവൾ സെൽഫിഷ് ആയിരുന്നു. ഞാൻ കുറേ മനുഷ്യരുടെ അടുത്ത് പറയുന്ന കാര്യമാണ്, ചില സമയത്തെങ്കിലും നിങ്ങൾ സെൽഫിഷ് ആയിക്കോ. നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ കുറേ പറയും, നീ നിൻ്റെ ജീവിതം മാത്രമേ നോക്കിയുള്ളൂ, നീ അത് നോക്കിയില്ല, നിനക്ക് കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നില്ലേ, നിനക്ക് കുറച്ചും കൂടി പിടിച്ചു നിൽക്കാമായിരുന്നില്ലേ, ഇത്രയേ ഉള്ളൂ ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ച് കുറ്റപ്പെടുത്താൻ ഒരുപാട് മനുഷ്യന്മാർ നിങ്ങളുടെ ചുറ്റും കാണും. പക്ഷേ നമുക്ക് നമ്മുടെ ജീവിതം, നമ്മുടെ മാനസിക ശാരീരിക ആരോഗ്യം നമ്മുടെ കൈവിട്ട് പോകുന്നു എന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ തോന്നിയാൽ, അത് റിപ്പീറ്റഡ്ലി ആ ഇൻസെക്യൂരിറ്റിയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ പ്ലീസ് നിങ്ങൾക്ക് വേണ്ടി നിൽക്കണം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കൂടെ നിന്ന പാർട്ട്ണർ പറയും, അത്രയും വർഷം നിങ്ങൾ എഫേർട്ട് ഇട്ട് നിന്നിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ 5, 6, 7 വർഷത്തിൻ്റെ കണക്കുണ്ടായിരിക്കും. അത്രയും നാളത്തെ നിങ്ങളുടെ എഫേർട്ട് കാണാതെ നിങ്ങളുടെ കൂടെ ജീവിച്ച മനുഷ്യന്മാർ പറയും, ഒരു ദിവസവും കൂടെ നീ തന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ നന്നായേനേന്ന്. പക്ഷെ ആ ദിവസത്തേക്ക് നമ്മളില്ലടോ. ഇതിലിപ്പോൾ ഈ വിമലിൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന പോലെ ഏത് സമയവും ഞാൻ ഫിസിക്കലി അറ്റാക്ക് ചെയ്യപ്പെടും, ഏത് സമയവും എൻ്റെ സോഷ്യൽ ലൈഫ് ഇല്ലാണ്ടാവും, ഏത് സമയവും ഞാൻ ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ മുന്നിൽ ഞാൻ നാണം കെട്ടു പോകും എന്നൊക്കെ കരുതി ജീവിക്കുന്ന മനുഷ്യന്മാരുടെ അടുത്താണ് നിങ്ങൾ പറയുന്നത്, ഒരു ദിവസവും കൂടി നീ എൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം പോലും. അതിൽ കുറേ കമൻസ് ഞാൻ കണ്ടു. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളൊക്കെ ഇത് കണ്ടു പഠിക്കണം. ഇതാണ് റിലേഷൻഷിപ്പ്. ഏതൊരു പ്രശ്നത്തിലും കൂടെ നിൽക്കുന്നതാണ് റിലേഷൻഷിപ്പ്. ഒരു മനുഷ്യൻ അയാളുടെ ട്രോമ ആയിക്കോട്ടെ, അയാളുടെ മെൻ്റൽ സ്റ്റേറ്റ് ആയിക്കോട്ടെ, അത് ക്യൂർ ചെയ്ത് അയാൾ രക്ഷപ്പെട്ട് വരുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് വേറൊരു മനുഷ്യൻ ഇല്ലാണ്ടായി പോയിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് ഇത് കേൾക്കുന്ന മനുഷ്യർ പ്രശ്നമുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കരുത് എന്നല്ല, പക്ഷേ ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. ഞാനൊരാളോടൊപ്പം ഒരു ലൈഫിൽ നിൽക്കുന്നത് പോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരുപക്ഷെ നിൽക്കാൻ പറ്റിയെന്ന് വരില്ല, നിങ്ങൾ നിൽക്കുന്ന പോലെ എനിക്ക് നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മുടെയൊക്കെ സ്ട്രെങ്ത്ത് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. നമുക്ക് അറിയാൻ പോലും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കുറേ ഇങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മൾ ലോസ്റ്റായി പോയിന്ന് നമ്മൾ പോലും അറിയുന്നുണ്ടാവില്ല. ആ ഒരു അവസ്ഥയിലേക്കൊന്നും പ്ലീസ് നിങ്ങൾ ആരും പോവല്ലേ. നിങ്ങൾക്കിത് ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു മനുഷ്യനോടും പറയില്ല നിങ്ങൾ നിങ്ങളുടെ സ്നേഹം കാണിക്കാൻ, നിങ്ങളുടെ സ്നേഹം ലോകത്തെ കാണിക്കാൻ നിങ്ങൾ അവിടെ നിൽക്കൂ. ഒരുപാട് ആൾക്കാർ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയും, ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കും, ഒരുപാട് നല്ല കമൻസ് വരും നിങ്ങളെക്കുറിച്ച് എന്നൊന്നും അത് നമ്മളൊരു മനുഷ്യനോട് പറയാൻ പാടില്ല. പിന്നെ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ കൂടെ നിന്ന മനുഷ്യരുടെ ഉള്ളിലുണ്ടാവുന്നൊരു ഗിൽറ്റാണ്. ഞാൻ ഒരുപാട് മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ഒരുപാടെന്ന് പറയുമ്പോൾ ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല, ഞാൻ കുറച്ച് മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് എൻ്റെ പ്രശ്നം കൊണ്ടാണോ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണോ, ഞാൻ മനസ്സിലാക്കാത്തത് കൊണ്ടാണോ, ഞാൻ എഫേർട്ട് ഇടാത്തത് കൊണ്ടാണോ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ശരിക്കും പ്രശ്നം അപ്പുറത്തിരിക്കുന്ന ആളുടെ കയ്യിലായിരിക്കും, പക്ഷേ ഇവർക്കിത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇവരെപ്പോഴും കരുതുന്നത് എൻ്റെ പ്രശ്നം കൊണ്ടാണ് എന്നാണ്, ഞാൻ നന്നാവാത്തത് കൊണ്ടാണ് എന്നാണ് അവർ കരുതുക. അങ്ങനെയുള്ള മനുഷ്യന്മാർക്കൊരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി വരാൻ എന്ത് പ്രയാസമാണെന്നറിയോ. കുറേ നല്ല മനുഷ്യരാണ് അവരുടെ ചുറ്റുമുള്ളതെങ്കിൽ അവരൊക്കെ പറയുന്നുണ്ടാവും അവരോട്, നിൻ്റെ പ്രശ്നമല്ല, നീ തെറ്റ് ചെയ്തിട്ടല്ല, നീ ഒന്ന് മനസ്സിലാക്ക്, നീ നിൻ്റെ ലൈഫ് ഇങ്ങനെ കുറ്റബോധത്തിൽ നീ ഇങ്ങനെ കളയല്ലേ, പ്ലീസ്, ഇത് നിൻ്റെ പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് ആൾക്കാർ, ഒരു നല്ല സുഹൃത്തോ അല്ലെങ്കിൽ നല്ല പ്രൊഫഷണൽസോ ഒക്കെ ചുറ്റുമുള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കുമായിരിക്കും. പക്ഷെ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരതിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം ഈ പറയുന്ന ആൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നീട് അതിൻ്റെ കുറ്റബോധത്തിലായിരിക്കും ഇവർ കഴിയുക. അങ്ങനെയുള്ള മനുഷ്യന്മാരോടാണ് നിങ്ങൾ ഇങ്ങനൊരു മൂവി ഇറക്കിയിട്ട് ഇന്നു മുതൽ മരണം വരെ എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് പോസിബിൾ. എല്ലാ മനുഷ്യരെ കൊണ്ടും പറ്റത്തില്ല എന്ന് പറയുന്നത് അവരുടെ കുറവല്ല. അങ്ങനെ നിങ്ങൾ ഇറങ്ങി പോന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കുറേ വൈകിട്ടാണെങ്കിലും കാണാൻ പറ്റുന്നതുകൊണ്ടാണ്. നമ്മളെ കാണണ്ടേ, നമ്മളെവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കണ്ടേ. എപ്പോഴും നമ്മൾ എങ്ങനെയാണ് അപ്പുറത്തിരിക്കുന്ന ആളെ മാത്രം കണ്ടുകൊണ്ട് ജീവിക്കുന്നത്. നമ്മൾ ഈ ഇടുന്ന എഫേർട്ട്, ഈ തെറാപ്പി എന്നൊക്കെ പറയുന്നതും ഈ ജേണി എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്.
കുറേ ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. നമ്മളതിൽ അത്രയും ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കണം. അത് എത്ര മനുഷ്യന്മാരെ കൊണ്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമുക്കറിയില്ല. നാളെ ഇയാൾ ഈ തെറാപ്പി എനിക്ക് വേണ്ട, കുഴപ്പമില്ല, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാം ഓക്കെ ആയി എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ അങ്ങനെ ഒരാളെ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ടേക്ക് പോകും? ഈ സിറ്റുവേഷൻസിലൊക്കെ ബാധിക്കപ്പെടുന്നത് ഇപ്പുറത്ത് നിൽക്കുന്ന ആളാണ്. എനിക്ക് വന്ന കുറച്ച് മെസ്സേജസിലെങ്കിലും ഞാൻ കണ്ടത്, ചേച്ചി അപ്പോൾ ഞാനങ്ങനെ വിട്ടിട്ട് പോകുന്നത് ശരിയായില്ലേ, ഞാൻ ഇനിയും എഫേർട്ട് ഇടണമായിരുന്നോ, അപ്പോൾ അത് എൻ്റെ മിസ്റ്റേക്കായിരുന്നു, ഞാൻ കുറച്ചും കൂടി നന്നായി നിന്നിരുന്നെങ്കിൽ അയാളെങ്കിലും എനിക്ക് സേവ് ചെയ്യായിരുന്നല്ലോ. അയാളെങ്കിലും നിങ്ങൾ സേവ് ചെയ്യുമായിരിക്കും. അപ്പോഴും നിങ്ങളെന്താ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തത്? നമ്മൾ ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നത് തന്നെ നമ്മൾ ഈ ലോകത്ത് ഏറ്റവും ലീസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് നമ്മളെ തന്നെ കാണാനാണ്, നമ്മളെ തന്നെ കേൾക്കാനാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെൻ്റൽ ഹെൽത്ത് ജേർണീനെ കുറിച്ചിട്ട് നമ്മളാണെങ്കിലും നിങ്ങളോടൊക്കെ സംസാരിക്കുന്നത്. നിങ്ങളെ ഒന്ന് കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ കാണാത്ത മനുഷ്യന്മാരാണ് നമ്മുടെ ചുറ്റിലും കൂടുതലായിട്ടുള്ളത്. അപ്പോഴാണ് ഇങ്ങനൊരു മൂവിയിലൂടെ നിങ്ങളുടെ അടുത്തുള്ള ആളെ കാണും. അടുത്തുള്ള ഈ ഒപ്പം എന്ന് പറയുന്ന ടേമിനെ ഇവർ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരതായതുകൊണ്ടായിരിക്കാം. ഈ ഒപ്പം എന്ന് പറയുന്നത്, നിങ്ങൾ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇറ്റ്സ് നോട്ട് ഓൾവേസ് പോസിബിൾ. അങ്ങനെ നിൽക്കാത്ത മനുഷ്യന്മാർ അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, അതൊരു പ്രശ്നവുമല്ല. ഒരു റിലേഷൻഷിപ്പിൽ ഫോർ എവർ എന്ന് പറയുന്നത് എപ്പോഴും പോസിബിൾ അല്ല. സ്നേഹത്തോടെ, ഒരുപാട് സ്നേഹത്തോടുകൂടി ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന മനുഷ്യന്മാരുണ്ട്. ഒരുപാട് കുറ്റബോധത്തോടുകൂടി റിലേഷൻഷിപ്പുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന മനുഷ്യന്മാരുണ്ട്. സ്വന്തം സേഫ്റ്റി മുൻകൂട്ടി കണ്ട് റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന മനുഷ്യന്മാരുണ്ട്. ഓരോ ആൾക്കാർക്കും ഓരോ കാരണങ്ങളാണ്. നിങ്ങളീ പറയും ചതിക്കുന്നു, വഞ്ചിക്കുന്നു, അതൊക്കെ ഒരു സൈഡിലുണ്ട്. പക്ഷേ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരാൻ ശ്രമിച്ചാൽ അതിനെ എപ്പോഴും നിങ്ങൾ ചതിയും വഞ്ചനയുമായി കാണരുത്. അതിനേക്കാട്ടിലും അപ്പുറത്തുള്ള ഒരുപാട് റീസൺസ് മനുഷ്യന്മാർക്ക് പറയാനുണ്ടാവും. അറ്റ്ലീസ്റ്റ് ആ റീസൺസ് പറയാനെങ്കിലും അവർ ബാക്കിയുണ്ടാവണം. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് അതാ, ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ മറ്റു മനുഷ്യന്മാരിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ മറന്നുപോകും. നമ്മളെല്ലാവരും എല്ലാം പഠിപ്പിക്കും. മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കും, മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാൻ പഠിപ്പിക്കും. പ്രത്യേകിച്ച് സ്ത്രീകളെ നമ്മൾ അങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത്. സ്ത്രീകൾ ജീവിക്കുന്നത് തന്നെ ബാക്കിയുള്ളവരെ കാണാൻ വേണ്ടിയിട്ടാണ്, ബാക്കിയുള്ളവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ആ ഗ്ലോറിഫിക്കേഷൻ തന്നെയാണ് ഈ സിനിമയിൽ നമ്മൾ. അതെ, അത്രയേ ഉള്ളൂ. അതായത് ഒരു പെണ്ണ് വന്ന് കയറിയാൽ നിന്റെ ജീവിതം എല്ലാം നന്നാവും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അതിൻ്റെ വേറൊരു വേർഷനിൽ അപ്പുറത്തേക്ക് എനിക്ക് ഇതിനകത്തേക്ക് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ജിസ്മ അവതരിപ്പിച്ച ക്യാരക്ടറിനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യണമായിരുന്നു. അഡ്രസ്സ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെക്കുറിച്ച് അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിക്കുന്നു. നിങ്ങൾക്കത് ചെറിയ ഈ സിനിമയോട് ഞാൻ ഇവരെന്ത് സിമ്പിളായിട്ടാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്, എന്ത് സിമ്പിളായിട്ട് അതിനെ ഡീൽ ചെയ്ത്. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് അവിഹിതം ഉണ്ടെന്ന് പബ്ലിക് സ്പേസിൽ പോസ്റ്റർ ഒട്ടിക്കുകയാണ്. നിങ്ങൾ വേറൊരാളുമായി അവിഹിത ബന്ധത്തിലാണ് എന്ന് സംശയിച്ച് നിങ്ങളെ ആക്രമിക്കാൻ വീട്ടിൽ വന്ന് കയറുകയാണ്. 1989 ശ്രീനിവാസൻ വടക്ക് നോക്കി യന്ത്രമെടുത്ത്. അയാൾ അന്ന് കാണിച്ച വിവരത്തിൻ്റെ 10% പോലും ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ആ സിനിമ അവസാനിക്കുന്നത് ശ്രീനിവാസൻ ഭാര്യയുമായി അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് പരിഹരിച്ച് ഒരു ദിവസം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും പുറത്തൊരു ശബ്ദം കേൾക്കുമ്പോൾ അയാൾ വീണ്ടും ടോർച്ചുമായിട്ട് ഉണരുകയാണ്. അയാളുടെ ഇൻസെക്യൂരിറ്റി സോൾവ് ആയിട്ടില്ല. അയാൾ മാനസികമായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് അയാൾക്ക് ആവശ്യമായിരുന്നു. അത് കിട്ടാത്തടത്തോളം നിങ്ങൾ ഈ പറയുന്ന പാട്ട് കാണിച്ചിട്ടോ സ്നേഹം കാണിച്ചിട്ടോ കെട്ടിപ്പിടിക്കുകയോ ബ്രീത്തിങ് എക്സസൈസ് ചെയ്താലോ ഒന്നും ഇത് മാറില്ല. ഇവരുടെ അൾട്ടിമേറ്റ് പരിപാടി എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇതിനകത്ത് തെറാപ്പി എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് സേവ് ചെയ്യാനുള്ള ഒരു ഐറ്റമായിട്ട് അങ്ങ് കാണിച്ചു. അതായത് ഇവർ രണ്ടുപേർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, ആ പ്രശ്നം നമ്മൾ തെറാപ്പിയിലേക്ക് ഒരു സോൾവ് ചെയ്യാം. പക്ഷേ ഇത് തെറാപ്പിയിൽ മാത്രം സോൾവ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ അല്ല. അല്ലെങ്കിൽ ഇത് ഈ റിലേഷൻഷിപ്പ് സേവ് ചെയ്യപ്പെടേണ്ട ഒരു റിലേഷൻഷിപ്പാണെന്ന് അങ്ങനെ സേവ് ചെയ്യപ്പെട്ടാൽ നല്ല കാര്യം. അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കുമുള്ള സ്നേഹമാണുള്ളതെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ചൈൽഡ്ഹുഡ് ട്രോമയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ചില ബോണ്ടിങ്ങിൻ്റെ മാത്രം ഭാഗമായിട്ടല്ല അവർ നിൽക്കുന്നതെങ്കിൽ, അവർക്ക് ശരിക്കും സ്നേഹമാണുള്ളതെങ്കിൽ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടേയില്ല, ശരിക്കും സ്നേഹമാണുള്ളതെങ്കിൽ അവരൊരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് ഈ തെറാപ്പി എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് സേവ് ചെയ്യാൻ വേണ്ടി ഇവർ അങ്ങനെ മാർക്കറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾ വരൂ, എന്നിട്ട് ജിസ്മയുടെ ക്യാരക്ടറിനെ ഗ്ലോറിഫൈ ആണ്. ജിസ്മയുടെ ക്യാരക്ടർ ഇസ് ഗോയിങ്, ഇറ്റ്സ് ലൈക്ക് എ സൂയിസൈഡ് മിഷൻ. അവളെക്കുറിച്ച് എന്തും പറയാനും എന്തും ചെയ്യാനും സാധ്യതയുള്ള ഒരാൾക്കൊപ്പം നിൽക്കാമെന്ന് ആ കുട്ടി തീരുമാനിക്കുമ്പോൾ അവളെ തന്നെ വേണ്ടെന്ന് വെക്കുകയാണ്. പുള്ളിക്കാരിക്ക് ഇപ്പോൾ ഇതൊന്നും മനസ്സിലാവില്ല. ഇങ്ങനെ റിലേഷൻഷിപ്പിൽ തീരുമാനമെടുത്ത ഒരുപാട് ആളുകളുണ്ട്. ഞാൻ എൻ്റെ പാർട്ട്ണർ കൂടെ ഞാൻ നിൽക്കും, എന്ത് വന്നാലും സാരമില്ല, ഞാൻ കൂടെ നിൽക്കും. അവസാനം അവരില്ലാണ്ടാവുന്നതിന് തൊട്ട് മുമ്പായിരിക്കും. കുറച്ച് മുമ്പ് ശ്രുതി പറഞ്ഞില്ലേ, ഒരാൾ കൈവിട്ട് പോയി എന്ന് തോന്നുന്ന സമയത്ത് എക്സിറ്റ് അടിക്കാൻ. ഞാൻ പറയുന്നത് അത് ലേറ്റായതിൻ്റെ പരകൂടിയാണ്. നിങ്ങൾക്കൊരു റെഡ് സിഗ്നൽ കിട്ടിയാൽ
ഈ സിനിമയിൽ വിമൽ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം എന്ന് പറയുന്നത് നമ്മൾ ഈ ഗ്രീൻ ഫോറസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇത് റെഡ് ഫയറാണ്. അങ്ങനെ ഒരാൾക്കൊപ്പം കൂടെ നിന്ന് ജീവിക്കുക എന്ന് പറയുന്നത്, അയാൾ ലൈഫിലേക്ക് തിരിച്ചു വരട്ടെ, എല്ലാം മനസ്സിലാക്കി വരട്ടെ, നമുക്ക് കൂടെ നിൽക്കാം. പക്ഷേ ആ കൂടെ നിൽക്കലെന്ന് പറയുന്നത് അവനവൻ്റെ സേഫ്റ്റി ഇല്ലാണ്ടാക്കിയിട്ടല്ല, അല്ലെങ്കിൽ അവനവൻ്റെ മനസമാധാനം ഇല്ലാണ്ടാക്കിയിട്ടല്ല. ചിലപ്പോൾ ഈ പറയുന്ന സൈക്കോളജിക്കൽ ഈ ട്രീറ്റ്മെൻറ്റും തെറാപ്പിയും എല്ലാം കഴിയുമ്പോൾ അയാളുടെ ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ അയാൾ അഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ അയാൾ ശരിക്കും മനസ്സിലാക്കുകയാണ് എനിക്ക് വേണ്ടത് ഇങ്ങനൊരു ജീവിതമായിരുന്നില്ല. നമുക്ക് മറ്റൊരു രീതിയിൽ ജീവിച്ചാലോ, നമുക്ക് രണ്ട് വഴിക്ക് പോയാലോ എന്ന് അയാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവളിട്ട് എഫേർട്ടോ അവിടെ അതൊക്കെയാണ് ഇതിനകത്ത് പ്രശ്നം. ആ പെൺകുട്ടി അവളുടെ ജീവിതം ഹോമിക്കാൻ പോവുകയാണ്. ആ ഹോമത്തിനെയാണ് ഇതിനകത്ത് മുഴുവൻ ഗ്ലോറിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. കമൻറ്റ് ബോക്സിൽ മുഴുവൻ നിങ്ങൾ അത് നോക്കിക്കോ. അതായത് ഒരു പുരുഷൻ എന്തെങ്കിലും പ്രശ്നം കാണിച്ചാൽ, അവൻ്റെ സ്വഭാവ വൈകൃതം കാണിച്ചാൽ അതിനെ സ്ത്രീ എല്ലാം മറന്ന് ക്ഷമിച്ച് കൂടെ നിന്ന് അത് നന്നാക്കുന്നവരെ, റിപ്പയർ ആവുന്നവരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ വാവ് സൂപ്പർ, എല്ലാ അണ്ണന്മാരും ഹാപ്പിയാണ്. നിങ്ങൾ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയോ. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത്. ശ്രുതി ഇത്ര നേരം പറഞ്ഞതിനകത്ത് നിങ്ങൾക്കൊരു പെയിൻ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലേ? ആ പെയിനെ ഈ പറയുന്ന സിനിമ ഒരു പോയിന്റിൽ പോലും അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഒരൊറ്റ പോയിന്റ് പോലും. ജിസ്മ ഗംഭീരമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അവരുടെ എക്സ്പ്രഷനിലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ തിരക്കഥ എന്ന് പറയുന്നത്, ഇതിനകത്തെ തെറാപ്പിസ്റ്റുകൾ എന്ന് പറയുന്നത്, അതിനകത്ത് തെറാപ്പിസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കുറച്ച് ആൾക്കാർ മാറി ഇരുന്ന് ചിരിക്കുന്നു, നിങ്ങളെ കളിയാക്കിയാണ് ചിരിക്കുന്നതെന്ന് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പോയി 2 പൊട്ടിച്ചിട്ട് സംസാരിക്കുമെന്ന് പറയുമ്പോൾ അയാളുടെ ഉള്ളിലെ അഗ്രസീവ് നേച്ചർ എന്താണെന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇയാൾ ചെയ്തു കൂട്ടിയ കുറേ കാര്യങ്ങളെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇയാൾക്ക് വേണ്ടുന്ന അഷുറൻസ് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇയാളുടെ ചൈൽഡ്ഹുഡിലേക്ക് പോയി ഒരുപാട് സെഷൻസ് ഒക്കെ വേണം. പക്ഷേ ഇത് ഭയങ്കര ഡെല്യൂഷണൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അതായത് ഇയാൾ വിശ്വസിച്ചു ജാരനുണ്ട്, തെളിവ് കണ്ടുപിടിക്കാനാണ് ഇയാൾ നോക്കുന്നത്. അതായത് ഭാര്യയ്ക്ക് മറ്റൊരാളുമായി അവിഹിതമുണ്ടെന്ന് ഉറപ്പിച്ചതിന് ശേഷം അവൻ വീട്ടിലേക്ക് നുഴഞ്ഞു കയറി പോകുന്നത് തെളിവ് കിട്ടാനാണ്, അല്ലാതെ ഇവൾക്ക് വേറെ ജാരനുണ്ടോ എന്ന് അറിയാനല്ല. ഉണ്ടെന്നേ. അങ്ങനെ ഡെല്യൂഷണലായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ഏത് നിമിഷവും അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ സ്വയം ഹാം ചെയ്യും. അതിനുള്ള എല്ലാ സാധ്യതകളുണ്ട്. ഞാൻ പറയുമ്പോൾ ഇതിങ്ങനെയാണെന്നല്ല, നിങ്ങളും സൈക്കോളജിസ്റ്റുകളോട് ചോദിക്കുക, ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റുകളോട് സംസാരിക്കുക. അവർ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. അങ്ങനെ ഒരു സ്റ്റേജിൽ ഈ പെൺകുട്ടി ഇങ്ങനൊരു തീരുമാനമെടുക്കുന്നത് ഇറ്റ്സ് എ സൂയിസൈഡ് മിഷൻ. അതിനെയാണ് ഗ്ലോറിഫൈ ചെയ്യുന്നതും അതിനെയാണ് കമൻറ്റ് ബോക്സിൽ ആഘോഷിക്കുന്നതും. അത്തരമൊരു സിറ്റുവേഷനിൽ രണ്ടുപേരും പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി ഒരു സേഫ് ഡിസ്റ്റൻസ് എടുക്കേണ്ടതാണ്. പക്ഷേ ഇവരുടെ കൺസെപ്റ്റ് ഇതായിപ്പോയി. അതായത് എന്ത് വന്നാലും നമ്മൾ ഒരുമിച്ച് അങ്ങ് നിൽക്കണം. അങ്ങനെ എന്ത് വന്നാലും ഒരുമിച്ച് നിൽക്കേണ്ട ബാധ്യത ഒന്നും ഈ ലോകത്ത് ആർക്കുമില്ല. നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുക, തിരിച്ച് കിട്ടുന്നത് സ്നേഹത്തിൻ്റെ കൂടെ ആ പാക്കേജിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെയും മാനസികാരോഗ്യത്തിൻ്റെയും ശാരീരിക ആരോഗ്യത്തിൻ്റെയും ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ ആ സ്നേഹത്തിൻ്റെ പാക്കേജ് വേണ്ട എന്ന് പറയാൻ നമ്മൾ പഠിക്കണം. നോ ഈസ് എ നോ പറയാൻ പഠിക്കണം എന്നൊക്കെ എല്ലാ സൈക്കോളജിസ്റ്റുകളും പറയും. അതേ കാര്യം ഇവിടെ ആപ്ലിക്കബിളാണ്. ജിസ്മയുടെ ക്യാരക്ടറിനെ ഈ തെറാപ്പിസ്റ്റ് ആദ്യം ഇരുന്ന് സംസാരിക്കണം. ഇത് പറയുമ്പോഴേ കുറേ ആൾക്കാർ ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമുണ്ട്. ഈ വിമൽ എന്ന് പറയുന്നത് ഇവരുടെ പേഷ്യൻ്റ് ആണല്ലോ. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ വിവരങ്ങൾ വേറൊരാളോട് പറയാൻ പാടില്ലല്ലോ, അത് കോൺഫിഡൻഷ്യൽ മാറ്റർ അല്ലേ എന്ന്. ഈ കോൺഫിഡൻഷ്യാലിറ്റി ഒരു ഡോക്ടറിന് ബ്രേക്ക് ചെയ്യാൻ പറ്റും 3 സിറ്റുവേഷനിൽ. ഒന്ന്, അയാൾ സ്വയം ഹാം ചെയ്യും എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അവരുടെ ഗാർഡിയനെയോ പാർട്ട്ണറെയോ അറിയിക്കാം. ഇനി വേറെ ആരുമില്ല, ഒരു ഓപ്ഷനും ഇല്ലെങ്കിൽ അവർക്ക് പോലീസിനെ അറിയിക്കാം. ഇതല്ല, അയാൾ മറ്റൊരാളെ ഹാം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഹാം ഏൽക്കാൻ പോകുന്ന ആളെ അറിയിക്കുക എന്ന് പറയുന്നത് ഒരു ബാധ്യതയാണ്. അവിടെയും ഈ കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യാം. ഇനി ഒരു കോടതി ഓർഡർ ഉണ്ടെങ്കിൽ അവർക്ക് ഈ കോൺഫിഡൻഷ്യൽ വിവരം പുറത്തു പറയാം. ഈ 3 കണ്ടീഷൻസിൽ ആദ്യത്തെ 2 കണ്ടീഷനും ഇവിടെയുണ്ട്. അവൻ ഏത് നിമിഷവും സ്വയവും ഹാം ചെയ്യാം, മറ്റേയാളെ ഹാം ചെയ്യാം. അപ്പോൾ ഈ സൈക്കോളജിസ്റ്റ് ഇവിടെ എന്താ എടുക്കുന്നത്? നമ്മളിവിടെ ഒരു പ്രോപ്പർ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ടില്ല. ബ്രീത്തിങ് എക്സസൈസും മൈൻഡ്ഫുൾനെസ്സും പറഞ്ഞു കൊടുക്കുക യൂട്യൂബിൽ കയറി നോക്കിയാലും കിട്ടും. ഞാൻ അത് പറഞ്ഞു കൊടുക്കുന്ന സൈക്കോളജിസ്റ്റുകളെ തെറാപ്പിസ്റ്റുകളൊന്നും കുറച്ച് പറയാല്ല കേട്ടോ. അത് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ പിന്നെ ഇവരൊരു ക്വസ്റ്റനെയർ അയച്ചു കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. CBT, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, ഒരു CBT എങ്കിലും ആണ് അതെങ്കിൽ പിന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ചും അവരവിടെ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അതായത് ഒരു പ്രോപ്പർ മെത്തേഡിൽ ഇതിനെ ട്രീറ്റ് ചെയ്തിട്ടില്ല. ഇത്രയും ഡെല്യൂഷണലായി നിൽക്കുന്ന ഒരാളുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തു നിന്നാണ്, മെഡിസിൻ എടുത്തിട്ടാണ്. നമ്മളിവിടെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നില്ല. സൈക്യാട്രിസ്റ്റുകൾ ഇല്ലാത്ത ലോകമാണോ അത്? അപ്പം അത് സജസ്റ്റ് ചെയ്യാത്തൊരു സൈക്കോളജിസ്റ്റ് ആണോ അത്? എന്തായിരുന്നു ഇവരുടെ ജേർണി? നമ്മളൊരു പാട്ട് കണ്ടു, പുള്ളിക്ക് ശ്വാസമുട്ടൽ വരുന്നു, വിമലിൻ്റെ ക്യാരക്ടറിന് ശ്വാസമുട്ടൽ വരുന്നു, ജിസ്മ തടവി കൊടുക്കുന്നു, ഒരുമിച്ചുള്ള കുറച്ച് സമയങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ. എന്ന് വെച്ചാൽ രണ്ടുപേരുടെയും ക്യാരക്ടറിന് വലിയ പ്രായവ്യത്യാസമോ സമയവ്യത്യാസമോ ഒന്നും നമ്മൾ കാണുന്നില്ല. അവർ ബീച്ചിൽ പോയി ഒരു സെൽഫി എടുക്കുന്നു, ശുഭം വന്ദനം. ഈ തെറാപ്പി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഡെല്യൂഷണൽ ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റും കൂടി ആണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് എ വെരി ലോങ് ടൈം. ഒരുപാട് സമയമെടുക്കും. അത്രയും സമയവും ഈ പെൺകുട്ടിയുടെ ആരോഗ്യവും മാനസികാരോഗ്യം ശാരീരികാരോഗ്യം ഒക്കെ അപകടത്തിലാണ്. അതൊക്കെ മുന്നിൽ കണ്ട് അവളെല്ലാം സഹിച്ച് കൂടെ നിന്നാലും ഇതുപോലൊരു 3-4 ശ്വാസം വലിച്ചെടുക്കലും അത് കഴിഞ്ഞ് 1-2 തെറാപ്പി സെഷനും കഴിഞ്ഞ് ബീച്ചിൽ പോയി ഫോട്ടോ എടുത്താൽ തീരുന്ന പ്രശ്നമല്ലത്. ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ നീണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണിത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനെ എങ്ങനെ ഡീൽ ചെയ്തു എന്നാണ് ഇതിനകത്ത് പറയുന്നത്.
ഈ ഒരു സിനിമ മാത്രം കാണുന്ന ഒരാൾക്ക് തെറാപ്പി എന്ന് പറയുന്നത് ബ്രീത്തിങ് എക്സസൈസ് ആയിരിക്കും. വിഷമം വരുന്ന സമയത്ത് ഞാൻ കൂടെ ഉണ്ടെന്ന് പറയലായിരിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് എത്തുമ്പോൾ, എൻ്റെ ഡിപ്രഷൻ്റെ സ്റ്റേജിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നെ എൻ്റെ അമ്മ കെട്ടിപ്പിടിച്ചിട്ട് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. എന്നെ എൻ്റെ അനിയൻ കെട്ടിപ്പിടിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. എൻ്റെ കൂടെ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അവരെന്നെ കെട്ടിപ്പിടിച്ചാലും ഇവിടെ ഒരു തേങ്ങ വരാൻ പോകുന്നില്ല. എനിക്ക് ആ സമയത്ത് എന്താണോ ആവശ്യം അത് ഞാൻ തീരുമാനിക്കണം. ഞാൻ എഫേർട്ട് ഇട്ട് ഞാൻ പോയി അത് കവർ ചെയ്ത് മുന്നോട്ട് വരികയാണ് വേണ്ടത്. ഇവിടെ വിമലിൻ്റെ ക്യാരക്ടർ ഇപ്പോൾ തെറാപ്പി എടുക്കുന്നുണ്ട്. പക്ഷേ ആ തെറാപ്പിസ്റ്റ് പറയാണ്, എടോ തനിക്കിതൊക്കെ വെറുതെ തോന്നല. ഇങ്ങനെ പറയാനാണല്ലോ, നമ്മുടെ നാട്ടിലൊരു പൊതുവെയുള്ള ഡയലോഗ് അതാണല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സൈക്കോളജിസ്റ്റിനെ മാറ്റും. കാരണം ഹീസ് ബിലീവിങ് ദാറ്റ് ഷീ ഹാസ് എ ജാരൻ. അതിനെ ബ്രേക്ക് ചെയ്ത് കൊണ്ടുവരാൻ ഒരുപാട് കാലം എടുക്കും. മരുന്നിൻ്റെ സഹായം ആവശ്യം. ഇതൊന്നും ഇല്ലാതെയാണ് ഇവർ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. തെറാപ്പിയെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ സെഷൻസിൻ്റെ ഒരു ഗ്രാജുവൽ പ്രോസസ്സിനെ കുറിച്ച്, റിലേഷൻഷിപ്പ് ഇഷ്യൂസിനെ കുറിച്ച്, അനാവശ്യമായ ഗ്ലോറിഫിക്കേഷനെ കുറിച്ച് ഒക്കെയും വളരെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസാണ് ഈ ഒരു സിനിമ തീരുമ്പോൾ ഒരു സാധാരണ പ്രേക്ഷകനിലേക്ക് വരുന്നത്. അവിടെയാണ് നമ്മൾ ഈ വെബ് സീരീസിൻ്റെ പേരും കൂടി നോക്കേണ്ടത്. ഇന്നു മുതൽ മരണം വരെ. ഭയങ്കര രസമുള്ള പരിപാടിയാണ്, മരണം വരെ നിന്നെ പിരിയില്ല എന്നുള്ളത്. പക്ഷേ ഇങ്ങനൊരു കണ്ടീഷനിൽ മരണം സ്വയം കൈവരിച്ചിട്ട് അവിടെ പോയി പിരിയില്ല എന്ന് പറഞ്ഞ് കൈ പിടിച്ച് നിൽക്കുന്നത് അത് ഭയങ്കര അബദ്ധമാണ്. നിങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നത്. എനിക്കിതിൻ്റെ സൈക്കോളജിക്കൽ സൈഡിലാണ്. ജിസ്മ വിമലിൻ്റെ പെർഫോമൻസിനെ കുറിച്ചോ അവരുടെ കണ്ടന്റ് ക്രിയേഷനെ കുറിച്ചോ അല്ല പറയുന്നത്. നിങ്ങൾ കുറേ ആൾക്കാരെ ആത്മഹത്യാപരമായ തീരുമാനമെടുക്കാൻ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്ന പോലെയാണിത്. ഇതെഗെയിൻ ഇപ്പം ജിസ്മ ആൻഡ് വിമൽ എന്ന് പറയുന്ന രണ്ട് പേര് അവരുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നെങ്കിൽ നമുക്കിതിനകത്ത് ഇത്രയും ഒരു പ്രശ്നകരമായി നമുക്കിത് ഫീൽ ചെയ്യില്ലായിരുന്നു. പക്ഷേ ഇതിന് പിന്നിൽ ഇത്രയും പ്രൊഫഷണൽസ് ഉണ്ടെന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന സമയത്ത് നിങ്ങൾ എന്ത് പ്രൊഫഷണൽ അഡ്വൈസാണ് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് എന്ന് പറയുന്നിടത്താണ് ഇതിൻ്റെ പ്രശ്നം ഇരിക്കുന്നത്. ഇപ്പം ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഇൻറ്റിമസി എന്ന് പറയുന്നത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാനൊരു വളരെ പ്രശ്നകരമായ ഒരു മാനസികാവസ്ഥയിലൂടെ ശാരീരികാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എന്നോട് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരാൾ എൻ്റെ കൂടെ നിൽക്കാൻ തീരുമാനിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, ഇറ്റ്സ് ഗുഡ്. പക്ഷേ ഇൻറ്റിമസി എപ്പോഴും ഹീൽ ചെയ്യണം എന്നില്ല. ഹീലിംഗ് പ്രോസസ്സ് വേറെ. കുറേ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുള്ള പ്രശ്നം തീർക്കലാണ് ഹീലിംഗ് എന്നാണ്. ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ പരിപാടിയാണ്. ഞാൻ ഹീലാവാതെന്നുള്ളതാണ്. എൻ്റെ കുട്ടിക്കാലം മുതലേ എൻ്റെ കൂടെ കൂടിയിട്ടുള്ള മുറിവുകളുണ്ടാവും, ഈ അടുത്ത കാലത്ത് സംഭവിച്ച പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ കൊണ്ട് എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള കുറേ മുറിവുകളുണ്ട്. ആ മുറിവുകളുള്ളതുകൊണ്ട് ഞാൻ കാണേണ്ടുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ എനിക്ക് ഈ ലോകത്തെ കാണാൻ എൻ്റെ കണ്ണ് മുഴുവൻ മങ്ങിയിരിക്കുകയാണ്. ആ മങ്ങലിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള വഴി എനിക്ക് പറഞ്ഞു തരലാണ് ഈ ഹീലിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ രണ്ടുപേര് അകന്നു പോകാൻ സാധ്യതയുള്ളപ്പോൾ അവരെ ഒട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ നടുക്ക് പശ തേക്കലല്ല ഹീലിംഗ്. ദാറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് പ്രോസസ്സ്. അതുകൊണ്ട് തന്നെ ഈ ഇൻറ്റിമസി എപ്പോഴും ഹീൽ ചെയ്യണമെന്നില്ല. ഇതൊക്കെ കണ്ടിട്ട് ചില അമ്മാവന്മാരും അമ്മായിമാരും ഒക്കെ ചിലപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് ചെറിയ പ്രശ്നങ്ങളുള്ള ആൾക്കാരെയൊക്കെ അങ്ങോട്ട് പോയി ഉപദേശിക്കും. അവനങ്ങനെ പല പ്രശ്നമൊക്കെ ഉണ്ടാവും, നീ അവൻ്റെ കൂടെ ഒന്ന് നിന്നാൽ മതി, അല്ലെങ്കിൽ അവൾ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ടെങ്കിൽ നീ ഒന്ന് കൂടെ നിന്നാൽ മതി, ഒക്കെ ശരിയാവും എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾ വീണ്ടും അപകടത്തിലേക്ക് തള്ളിവിടുകയാണ്. ഇൻറ്റിമസി എപ്പോഴും ഹീൽ ചെയ്യണമെന്നില്ല. അത് പറയുമ്പോൾ നമ്മൾ കൂടെ നിൽക്കണ്ടേ എന്ന് പറയുന്നൊരു ചോദ്യം വരും. നമുക്ക് കൂടെ നിൽക്കാം. കൂടെ നിൽക്കുന്നതിനൊരു പരിധിയുണ്ട്. എനിക്ക് സാമ്പത്തികമായി ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു ഉപദേശമുണ്ട്. അതായത് സ്വാർത്ഥത കാണിച്ചവരെ ലൈഫിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്ന് പറയുന്നൊരു കാര്യം. അതേ കാര്യം ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ലൈഫിൽ രക്ഷപ്പെടണമെങ്കിൽ ചിലയിടങ്ങളിൽ നിങ്ങൾ സ്വാർത്ഥരായേ പറ്റൂ. അവനവൻ്റെ ജീവിതവും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കിയേ പറ്റൂ. അതിനർത്ഥം ഈ സ്വാർത്ഥത എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാവരും വിചാരിക്കുക നമ്മൾ വേറൊരാളെ ചീറ്റ് ചെയ്ത് അല്ലെ വേറൊരാളെ, അങ്ങനെയല്ല കേട്ടോ. അയാൾക്കൊപ്പം നിൽക്കുന്നത്, അയാളെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ എന്നെ ഇല്ലാതാക്കുന്നത് പോലെയാണ് എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ സ്വാർത്ഥരായേ പറ്റുള്ളൂ. മാത്രമല്ല അയാളുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ ഓരോ ആളുകളുടെയും ഇമോഷൻസ് അവരുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ എനിക്കൊരു ട്രോമാറ്റിക് ആയിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ കൂടെയുള്ള ആൾക്കാരെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുള്ളൂ എന്ന് പറയുന്നൊരു പ്രശ്നം എനിക്കുണ്ടെങ്കിൽ അതെൻ്റെ മാത്രം കുഴപ്പമാണ്. അത് ഹീൽ ചെയ്യിപ്പിച്ച് തരേണ്ട ഉത്തരവാദിത്തം വേറെ ആർക്കുമല്ല. അത് ഹീൽ ചെയ്തെടുക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നാൽ ഞാൻ കണ്ണി കാണുന്നതൊക്കെ ഞാൻ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്ന് പറഞ്ഞാൽ അത് എൻ്റെ മാത്രം പ്രശ്നമാണ്. ബാക്കിയുള്ളവർ എനിക്ക് ദേഷ്യം വരുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒച്ചാനിച്ച് കണ്ട ഒരു ബാധ്യതയും ഒരാൾക്കുമില്ല. ഓരോ ആളുകളുടെയും ഇമോഷൻസ് അയാളുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് ആ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അത് നമ്മൾ തന്നെ എഫേർട്ട് ഇടേണ്ട, നമ്മൾ മാത്രം എഫേർട്ട് ഇടേണ്ട ഒരു കാര്യമാണ്. ഒരാൾ കൂടെ നിന്നാൽ നല്ലത്, അയാളുടെ മനസ്സ് അയാളുടെ സപ്പോർട്ട് ഓക്കെ. പക്ഷേ അയാൾ കൂടെ നിൽക്കാത്തത് കൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്ന ചില കമൻറ്റുകൾ കണ്ടിരുന്നു. അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. നിങ്ങളാണ് ഹീൽ ചെയ്യപ്പെടേണ്ടത്, നിങ്ങളാണ് അതിനെ എഫേർട്ട് ഇടേണ്ടത്. അതിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും സ്റ്റെപ്പ് നിങ്ങൾ തന്നെ ഇടണം. എനിക്കൊരു കുഴപ്പമുണ്ടെങ്കിൽ ഉറപ്പായും ഞാൻ തന്നെ എഫേർട്ട് ഇട്ട് അത് സോൾവ് ചെയ്യണം.
എനിക്കതാണ് ഇതിൽ ഞാൻ ഈ പറഞ്ഞ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 2 ടൈപ്പ് ഓഫ് കമൻസ് എന്ന് പറയുമ്പോൾ ഇത് കണ്ടിട്ട് കൊതിയാവുന്നു, എൻ്റെ കൂടെ നിൽക്കാൻ ഇങ്ങനെ ഒരാളില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ഇമോഷൻ എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങളോടൊപ്പമുള്ള ആൾ ഇട്ടിട്ട് പോയി എന്ന് പറയുമ്പോൾ നമ്മൾ ജിസ് ജോയുടെയൊക്കെ സിനിമയിൽ പറയുന്ന പോലെ നിങ്ങൾ അവരെയും കൂടെ ഒന്ന് ആ തരത്തിലും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കൂ. നിങ്ങൾ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവരുടെ എഫേർട്സ് അപ്പോഴെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റട്ടെ. നിങ്ങളുടെ ഒരു പ്രശ്നം കാരണം അവർ ആ റിലേഷൻഷിപ്പിൽ നിന്ന് സ്ട്രഗിൾ ചെയ്തത് നിങ്ങൾക്കപ്പോൾ അറിയാൻ പറ്റും. ഈ പറയുന്ന ബ്രീത്തിങ് എക്സസൈസ് എന്നൊക്കെ പറയുന്നത് അവരും കൂടി ഡിസേർവ് ചെയ്യുന്നൊരു കാര്യമാണ്. അത്രയും ശ്വാസം മുട്ടലാടോ നമുക്ക് ചിലയിടത്ത് നിൽക്കാൻ, നമ്മളില്ലാണ്ടായി പോവും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനും വരാതിരിക്കട്ടെ. നിങ്ങൾ ചിലപ്പോൾ ഇട്ടിട്ട് പോയി എന്നായിരിക്കും പറയുന്നത്, അവർക്ക് പറയാനുള്ളത് അവരവരുടെ ജീവനും കൊണ്ട് ഓടിയെന്നായിരിക്കും. ഇറ്റ്സ് ഗുഡ് ഫോർ ദം. ചിലപ്പോൾ നേരെ തിരിച്ചു ആവാട്ടോ. അങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുള്ള എല്ലാ ആളുകളും നിങ്ങളുടെ കുഴപ്പം കൊണ്ട് അവർക്ക് പറ്റാത്തതുകൊണ്ടാവണമെന്നില്ല. അതെന്താണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. നിങ്ങൾ ഇതുപോലത്തെ സിനിമയും അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് അറ്റം മുറിച്ച് കാണുന്ന ചില റീലും അതൊന്നും കണ്ടിട്ട് ജഡ്ജ് ചെയ്യരുത്. നിങ്ങളൊരു പ്രൊഫഷണൽ ചെന്ന് കാണുക. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്യുക. അവരുമായിട്ടുള്ള കോൺവെർസേഷനിൽ, ഞാൻ തെറാപ്പി എന്നുള്ള വാക്ക് പോലും അതൊക്കെ ഒരു ലേറ്റർ വേർഡാണ്. ആ കോൺവെർസേഷനിൽ തന്നെ നിങ്ങൾക്ക് സിറ്റുവേഷൻസ് അങ്ങോട്ട് അവതരിപ്പിക്കുമ്പോൾ അവർക്കത് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് വെച്ച് നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ടുള്ളൊരു ധാരണ കിട്ടും. ദേ വിൽ ഹെൽപ്പ് അസ്. അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്ത് ഇതൊക്കെ മായ്ച്ചു കളഞ്ഞിട്ട് ഇവിടെ കുറച്ച് പുതിയ സാധനങ്ങൾ എഴുതിയിടാൻ അവരൊന്നും അല്ല ചെയ്യുക, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നിങ്ങൾ തീരുമാനിക്കുക, അല്ലാതെ ഇതൊന്നും കണ്ടിട്ട് ജഡ്ജ് ചെയ്യല്ലേ. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരാൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേപ്പ് എന്നതിനപ്പുറത്തേക്ക് നമ്മൾ വളർന്നിട്ടില്ല. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഞാൻ പണ്ട് ഇത്ര വർഷം ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പായിരുന്നു, അന്ന് എൻ്റെ കൂടെ എന്നും ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആൾ ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ചിലർ ഫേസ് ബ്ലർ ചെയ്യാതെ തന്നെ ആ എക്സ് എന്ന് പറയുന്ന ആളുടെ ഇമേജ് കൊടുക്കും, ചിലർ ബ്ലർ ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ ഞാനിതിൻ്റെ കമൻറ്റ് സെക്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഒറ്റ റീലിൻ്റെ പേരിൽ നമ്മൾക്കിപ്പം ഏതെങ്കിലുമൊക്കെ മൊമെൻറ്റിൽ നമ്മളെ ടച്ച് ചെയ്തിട്ടുള്ളൊരു പാട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ അഴലിൻ്റെ ആഴങ്ങളിൽ നിന്നിട്ട് ഒരു ആൺകുട്ടിയാണ് ഈ റീലിടുന്നതെങ്കിൽ, അല്ലെങ്കിൽ നേരെ തിരിച്ചിട്ട് ഒരു പെൺകുട്ടിയാണ് ഈ റീലിടുന്നതെങ്കിൽ, നിങ്ങൾ ഈ കമൻ്റ് ഇട്ട് ഒരു ഒറ്റ മനുഷ്യൻ അറിയില്ല അവരുടെ റിലേഷൻഷിപ്പിൽ എന്താ പറ്റിയെന്ന്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യപ്പെട്ടതെന്ന് അറിയില്ല. ഏത് സാഹചര്യത്തിലാണ് ആ വ്യക്തിക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നത് എന്നറിയില്ല. പക്ഷേ ഒറ്റ റീലിൻ്റെ പേരിൽ ഈ റീൽ ഇട്ട വ്യക്തി എക്സ് എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്ത ആളെ സോ സോറി ടു സേ ദിസ് തെറി വിളിക്കുകയാണ് ആൾക്കാർ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ. ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഇതേപോലെ ബ്ലർ ചെയ്തിട്ട് ഒരു പുരുഷൻ ഇട്ടിരിക്കുകയാണ്. അതിന് താഴെ വന്നൊരു കമൻറ്റ് എന്ന് പറയുന്നത്, I'm again saying I'm so sorry to tell this, പക്ഷേ നീ ഓടിക്കാൻ പഠിച്ച ഒരു വണ്ടി നീ ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ വേറൊരാൾ ഓടിക്കാൻ എടുത്തുകൊണ്ട് പോയി എന്ന് കരുതിയാൽ മതി. എന്നിട്ട് ഈ റീലിട്ട ഈ ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വൃത്തികെട്ട മനുഷ്യന്മാരിൽ ഒരാളായിട്ടാണ് ഞാൻ അവനെ അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അവൻ ആ കമൻറ്റിന് ലൈക്ക് കൊടുത്തിരിക്കുന്നു. നിൻ്റെ ആ ഒറ്റ കമൻറ്റിൻ്റെ ലൈക്ക് മതി ആ പെൺകുട്ടി ജീവനും കൊണ്ട് ഓടിയതാണെന്ന് പറയാൻ മതി. കാരണം നീ സ്നേഹിച്ച ഒരു പെൺകുട്ടിയെ ഒരാൾ ഒബ്ജക്റ്റിഫൈ ചെയ്ത് ഏറ്റവും മോശം കമന്റ് ഇടുമ്പോൾ നീ അതിൽ ലൈക്ക് ഇട്ട് സംതൃപ്തി കണ്ടെത്തുന്നുണ്ടെങ്കിൽ, അതായത് ആ റിലേഷൻഷിപ്പിനെ അതെ, നീ ഒരാളെയും സ്നേഹിക്കാൻ അർഹനല്ലേ. നീ ഒരു പെൺകുട്ടിയും ഈ ലോകത്ത് സ്നേഹിക്കാൻ അർഹനല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. സ്നേഹിക്കപ്പെടാൻ അങ്ങനെയുള്ള മനുഷ്യന്മാർ മനസ്സിലാക്കേണ്ടത് ട്രീറ്റ്മെൻറ്റ് വേണ്ടത് ആദ്യം നിങ്ങൾക്കാണ്. ഇത്രയും ഈസി ആയിട്ടാണ് നമ്മുടെ സൊസൈറ്റി ഒരാളെ നമുക്കറിയാത്ത, അയാൾ കടന്നുപോയ സാഹചര്യങ്ങളെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാത്ത ഒരു വ്യക്തിയെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. അത്രയും ഈസി ആയിട്ടാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോഴും ഇതിനെ തേപ്പ് എന്ന ഒറ്റ വാക്കിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന മനുഷ്യന്മാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ നോളജൊക്കെ അത്രയും ലിമിറ്റഡാണ്. അത്രയും പരിമിതമായ ലോകം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ആൻഡ് എഗെയിൻ, ഏതെങ്കിലും തരത്തിൽ ഈ മൂവി കണ്ടിട്ട് ഒരു ഗിൽറ്റ് ഉള്ളിൽ തോന്നിയിട്ടുള്ള മനുഷ്യന്മാരാണ് നിങ്ങളെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ ആ ഗിൽറ്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നം അത് സോൾവ് ചെയ്യപ്പെടേണ്ടതാണ്. നമ്മളിതൊക്കെ കാണുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് എടുക്കൂ എന്ന് തന്നെയാണ്. കാരണം ആ ഗിൽറ്റിൽ ജീവിക്കേണ്ട ആൾക്കാരല്ല നമ്മൾ. നമുക്ക് മുന്നോട്ടേക്ക് അതിന് എത്രയാണെന്ന് പറഞ്ഞാലും, ഒരു ദിവസം ആയിക്കോട്ടെ, 10 വർഷം ആയിക്കോട്ടെ, 100 വർഷം ആയിക്കോട്ടെ, ആ ലൈഫ് നമ്മളുടെയാണ്. നമ്മളെപ്പോഴും ഒന്നും എല്ലാവർക്കും 100% നമുക്ക് വേണ്ടി ജീവിക്കാനൊന്നും പറ്റില്ല. പക്ഷേ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി കൂടെ ജീവിക്കാനുള്ളതാണ്. അത് നമ്മൾ റിയലൈസ് ചെയ്യണം. ഈ ഗിൽറ്റ് തോന്നിയിട്ടുള്ള മനുഷ്യന്മാരൊക്കെ ഏറ്റവും കഷ്ടം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ട്രൈ ചെയ്ത് ഒരുപാട്
ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു മൊമെൻറ്റിൽ ഒന്നുകിൽ ഒരു കൂട്ടം മനുഷ്യന്മാർ ചേർന്ന് കഷ്ടപ്പെട്ട് അവരെ പുറത്തേക്ക് കൊണ്ടുവന്നതായിരിക്കും, അല്ലെങ്കിൽ അവർ തന്നെ റിയലൈസ് ചെയ്തൊരു മൊമെൻറ്റിൽ പുറത്തേക്ക് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും. വി ഡിസേർവ് ഹാപ്പിനെസ്. ആ സമാധാനവും സന്തോഷവും ഒക്കെ അർഹിക്കുന്ന മനുഷ്യന്മാരാണ് നമ്മൾ. അങ്ങനെയുള്ള നമ്മുടെ സന്തോഷത്തെയും സമാധാനത്തെയും ഈ ഒരു മൂവിയിലെ ക്യാരക്ടർ ചെയ്ത ഒരു പ്രവൃത്തിയുടെ ബേസിൽ, അല്ലെങ്കിൽ ഒരു കൂട്ടം പ്രൊഫഷണൽസ്, നമ്മളെപ്പോഴും ഈ പ്രൊഫഷണൽ അഡ്വൈസ് എടുക്കാൻ പറയുമ്പം അവരും മനുഷ്യന്മാരാണ്. ഇപ്പം ഞങ്ങളുടെ തെറാപ്പിസ്റ്റിൻ്റെ നമ്പർ ആരെങ്കിലും ചോദിക്കുമ്പോഴും ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് വർക്കായി, നിങ്ങൾക്ക് അവർ വർക്കായിക്കൊള്ളണം എന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ്. നിങ്ങൾക്ക് വർക്കാവുന്ന, നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്ന, നിങ്ങൾക്ക് ഏറ്റവും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് നിങ്ങൾ എടുക്കണം. ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ഗിൽറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അൺഫോർച്ചുനേറ്റ്ലി കാരണക്കാരായതും ഒരു കൂട്ടം പ്രൊഫഷണൽസ്, അവർ പ്രൊമോട്ട് ചെയ്ത രീതി കറക്റ്റാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ഒരു കൂട്ടം പ്രൊഫഷണൽസ് എന്ന് പറയുന്ന വ്യക്തികളാണ്. പ്രൊഫഷണൽസ് ഒരിക്കലും നമ്മുടെ ഉള്ളിൽ ഗിൽറ്റ് ഫീൽ ചെയ്യിക്കില്ല. അവർ നമ്മളെ ഹീൽ ചെയ്യുള്ളൂ. അതെല്ലാ അർത്ഥത്തിലും ആയിരിക്കും. പക്ഷേ ആ ഹീലിംഗ് ജേണി എന്ന് പറയുന്നത്, ആ തെറാപ്പി ജേണി എന്ന് പറയുന്നത് ടൈം എടുക്കുന്ന കാര്യമാണ്. അവിടെ നമ്മൾ ഒരുപാട് ഇമോഷണൽ അവസ്ഥകളിലൂടെ കടന്നു പോകും. പക്ഷെ അതിൻ്റെയൊക്കെ എൻഡിൽ നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ പറ്റുന്ന, നല്ലൊരു ഫ്യൂച്ചർ കാണാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എല്ലാ മനുഷ്യരും എത്തിപ്പെടട്ടെ എന്നാണ് ആ ഒരു ജേണിയുടെ ഒരു നല്ല വശം കുറേയൊക്കെ മനസ്സിലാക്കിയ മനുഷ്യരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ മൂവിയിൽ അസോസിയേറ്റ് ചെയ്ത ടീമിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ക്വാളിഫൈഡ് പ്രൊഫഷണൽസ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ നിങ്ങൾ ഇനി അസോസിയേറ്റ് ചെയ്യുന്ന ഒരു വർക്ക്സിലും പ്ലീസ് കൺസിഡർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മനുഷ്യന്മാരുടെ ഉള്ളിൽ ഗിൽറ്റ് ഡെവലപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ധാരണ പടർത്തുന്ന തരത്തിൽ ഒരു മെസ്സേജ് കൺവേ ചെയ്യാതിരിക്കാൻ ശ്രമിച്ചാൽ അതൊരുപാട് മനുഷ്യർക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ജിസ്മയ്ക്കും വിമലിനും നിങ്ങളുടെ വർക്ക്സ് കണ്ടിഷ്ടപ്പെട്ട് നിങ്ങളുടെ ഒരു ജേണിയുടെ ആ ഒരു സക്സസ്സിൽ സന്തോഷം തോന്നിയിട്ടുള്ള മനുഷ്യരാണ് ഞങ്ങളും. നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ ജേണി ഏറ്റവും സക്സസ്ഫുള്ളായി നന്നായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. നേരത്തെ പറഞ്ഞ പോലെ എന്ത് പ്രശ്നം തോന്നിക്കഴിഞ്ഞാലും വിവരമില്ലാത്തവരുടെ അടുത്തും തെറ്റായ ഉപദേശങ്ങൾ പരത്തുന്നവരുടെ അടുത്തും, പിന്നെ കുറേ എണ്ണം സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ സൈക്കോളജിസ്റ്റുകളാണെന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ എല്ലാവരും ഒന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. പ്രോപ്പറായി ക്വാളിഫൈഡ് ആയിട്ടുള്ള, ട്രെയിൻഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് എടുക്കുക. അപ്പോൾ ശരി, ബൈ.